ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം. കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം മണീദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം. വാണീ വൈഭവമോഹിനി ത്രിജഗതാം നാഥേ വിരിഞ്ചപ്രിയീം. വാണീ ദോഷമശേഷമാശു കളഞ്ഞെന്നാവിന്മേലെപ്പോഴും വാണിയിടേണം. അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രവധീ നിലയാം ശ്രീമൂകാംബികാം സദാം. ശ്രീമൂകാംബികാം സദാം. ശ്രീമൂകാംബികാം സദാം. അനുഗ്രഹീതമായ ഈ പുണ്യ ദിവസം ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിൻ്റെ 2ാം ദിവസവും നവരാത്രി ആചരണത്തിൻ്റെ പ്രഥമ ദിവസവുമാണ് ഇന്ന്. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഐശ്വര്യങ്ങളുമെല്ലാം നന്മയുടെ തലങ്ങളിലൂടെ നമ്മളുടെ ജീവിതത്തിലേക്കെത്തി അവ പരിപൂർണമായ ഗുണങ്ങളിലേക്ക് എത്തണമെന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കപ്പെടുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നവരാത്രിയുടെ ഫലങ്ങളെ പറയപ്പെടുന്നത് ഗുണതത്വ നിരൂപണത്തെയാണ്. അതായത് നമ്മളുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ടതായിരിക്കുന്ന ആ ആളുടെ പ്രായോഗിക തലത്തിലേക്ക് ഗുണകരമായി വന്ന് ഭവിക്കേണ്ടത് എന്താണോ അത് പരിപൂർണമായി എത്തിക്കുവാൻ ഭഗവതിയിലൂടെ അറിയുക, അതിനു വേണ്ടിയിട്ടുള്ള ദിവസമാണ് പ്രധാനമായിട്ടും നവരാത്രിയുടെ കാലമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ നവരാത്രിയുടെ ഈ കാലത്ത് എല്ലാ ഗുണങ്ങളെയും ഐശ്വര്യങ്ങളെയും എല്ലാം നമുക്ക് സ്വീകരിക്കപ്പെടുവാൻ സാധിക്കുന്ന ദിവസങ്ങളായിട്ട് നമുക്ക് വരണം. ഭാഗവതവും നമ്മളോട് പറഞ്ഞു തരുന്നത് കൊണ്ടാണ്. പരീക്ഷത്തിന് തൻ്റെ ജീവിതത്തിൽ എല്ലാ കഴിവുകളുമുള്ള ആളായിരുന്നു പരീക്ഷിത്ത്. ലോകത്ത് ഒരാൾക്ക് പോലും കിട്ടാത്ത ഒരു മഹാസൗഭാഗ്യം കിട്ടിയ ആളാണ് പരീക്ഷിത്ത് മഹാരാജാവെന്ന് പറയുന്നത്. ഭഗവാന്റെ കുടുംബത്തിലുള്ള ആളാണെങ്കിലും ഗർഭാവസ്ഥയിൽ, അമ്മയുടെ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ ഭഗവാനെ കാണാൻ ഭാഗ്യം സിദ്ധിച്ച ഒരേ ഒരാൾ പരീക്ഷിത്ത് മഹാരാജാവാണ്. അതുകൂടാതെ തന്നെ തൻ്റെ രാജ്യഭരണകാലത്ത് ഒരു നാടിന് മുഴുവൻ, ഈ ലോകത്തിന് മുഴുവൻ നാശം വിതയ്ക്കാനായി എത്തിയ കലി എന്ന സങ്കല്പത്തെ അല്ലെങ്കിൽ കലി എന്ന ദേവതയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്, നിനക്ക് ഇവിടെ നിന്നും വന്ന് ഇവിടെ ജനിച്ചു കഴിഞ്ഞത് കൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ചില സ്ഥാനങ്ങൾ നൽകി കലിയെ മാറ്റി നിർത്തി കലിയെ ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കപ്പെട്ട ഒരാളാണ് പരീക്ഷിത്ത് മഹാരാജാവ്. പക്ഷേ ഒരല്പം തൻ്റെ ജീവിതക്രമത്തിനകത്തിൽ വന്ന ചെറിയൊരു താളപ്പിഴ കൊണ്ട് പരീക്ഷിത്ത് മഹാരാജാവിലേക്ക് തന്നെ ഈ കലിയെ ബാധിക്കപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പറയുമല്ലോ, ഞാൻ 1 രൂപ പോലും ആരുടെയും കടം മേടിക്കില്ല, എനിക്ക് ഒരാളുടെയും പൈസ, എനിക്ക് എൻ്റെ പൈസയുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആരുടെയും പൈസ കടം മേടിക്കില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ചിലപ്പോൾ ചില സാഹചര്യത്തിൽ നമ്മൾ ആ തലത്തിലേക്ക് എത്തും. എന്ന് പറഞ്ഞ പോലെ മനുഷ്യൻ്റെ സാഹചര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുൻപിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കൊണ്ടൊരു പക്ഷേ നമ്മൾക്ക് ചില തെറ്റുകളോ അല്ലെങ്കിൽ ചില കാര്യങ്ങളോ നമുക്ക് ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെ ഒരു അബദ്ധം പറ്റിയ ആളാണ് പരീക്ഷിത്ത് മഹാരാജാവ്. പരീക്ഷിത്ത് മഹാരാജാവ് അങ്ങനെ ഉണ്ടായപ്പോഴാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തത്? ഒരു രാജ്യത്തെ രാജാവ് ആ നാട്ടിൽ നായാട്ട് നടത്തുന്നതിനിടയിൽ കാട്ടിലേക്ക് ചെന്നപ്പോൾ തൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ചത്ത പാമ്പിനെ എടുത്ത് ആ ഋഷിയുടെ കഴുത്തിലേക്ക് ഇടാൻ തോന്നിയത്. കാരണം
ഒരു കാര്യമുണ്ടാകുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ക്രോധമെന്ന സ്വഭാവം, ആ ക്രോധമെന്ന സ്വഭാവം കലിയുടെ ഫലമാണ് എന്നാണ് പറയുന്നത്. നമ്മൾക്ക് ചിലപ്പോഴൊക്കെ ഇപ്പോൾ നമ്മൾ പറയത്തില്ല എനിക്കിന്നങ്ങ് ദേഷ്യം വന്നിരിക്കുകയാണെന്നൊക്കെ നമ്മൾ പറയും ഇല്ലേ. ചില ദിവസമൊക്കെ നമ്മൾ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെങ്കിലും നമുക്ക് രാവിലെ മുതൽ നമുക്ക് ദേഷ്യം വന്നിരിക്കുക, എനിക്ക് തന്നെ എൻ്റെ സ്വഭാവം പിടിക്കാതിരിക്കുവാണെന്നൊക്കെ നമ്മൾ ആരോട് പറയും? കുഞ്ഞുങ്ങളോട് പറയും. വലിയവരോടൊന്നും പറയില്ല, കുഞ്ഞുങ്ങളോടൊക്കെ പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുമെന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മളിൽ ഉണ്ടാകുന്ന അങ്ങനെയുള്ള കലിയുടെ ബാധകത്വം ഉണ്ടായപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവാണെങ്കിൽ പോലും ചെയ്തതെന്താണ്? ആ കലി ബാധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചത്ത പാമ്പിനെ എടുത്ത് ഋഷിതുല്യനായിരിക്കുന്ന ഒരാളുടെ കഴുത്തിലേക്ക് അണിയാനായി ശ്രമിച്ചു. ക്രോധത്തിൻ്റെ ഫലമാണത് പറയുന്നത്. കാരണം നമ്മുടെ മനസ്സിൽ ക്രോധമുണ്ടാകുമ്പോൾ നമ്മളുടെ മുൻപിൽ നിൽക്കുന്ന ആള് ആരാണെന്നോ എന്താണെന്നോ ആളും തരവും നോക്കാതെ നമ്മൾ ചിലപ്പോൾ ചിലത് പ്രവർത്തിച്ച് കളയും, ചിലത് പറഞ്ഞു കളയും. ഈ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്ത് കഴിയുന്നതോടുകൂടി നമ്മുടെ ക്രോധം പോകും. അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാം. നമുക്ക് നല്ല ദേഷ്യം വന്നിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടിയെ പിടിച്ച് 2 അടി കൊടുക്കാമെങ്കിൽ നമ്മുടെ ആ ദേഷ്യം അങ്ങ് പോകും. ഇല്ലെങ്കിൽ നമ്മുടെ കൈ കെട്ടിയെടുത്തുന്ന ഒരു ഏറ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഏറാണ് പല വീടുകളിലും സംഭവിക്കപ്പെടുന്നത് അല്ലേ. കയ്യിൽ കിട്ടുന്നത് എടുത്തു വെച്ച് എന്തെങ്കിലും ഒരു ഏറ് എറിയുകയാണ്, അത് കഴിയുമ്പോൾ നമ്മുടെ ദേഷ്യം അങ്ങ് പോകും. അപ്പോൾ ഒരു പ്രവർത്തനം കൊണ്ട് നമ്മളുടെ ക്രോധങ്ങളെ ഇല്ലാതാവും. അദ്ദേഹത്തിനും അങ്ങനെയാണ് സംഭവിച്ചത്. അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ കയ്യിലിരുന്ന അമ്പ് കൊണ്ട് എന്ത് ചെയ്തു? ഒരു ചത്ത പാമ്പിനെ അവിടെ എടുത്ത് താൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാതെ ചത്തിരിക്കുന്നത് പോലെ ഇരുന്നത് കൊണ്ട് ചത്ത പാമ്പിനെ എടുത്ത് കഴുത്തിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നീടാണ് അദ്ദേഹം ആ ദേഷ്യമൊക്കെ മാറി അവിടെ നിന്ന് പോകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തുണ്ടായത്? ഒരു ശാപം കിട്ടിയത്. തക്ഷകൻ, ഏറ്റവും വിഷമുള്ള തക്ഷകൻ തന്നെ കടിച്ച് മരിക്കട്ടെ എന്നുള്ള ശാപം കിട്ടി. അപ്പോൾ ഈ ശാപമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് അദ്ദേഹം നിൽക്കുമ്പോഴും ഈ എന്താണ് മരണം സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മരണത്തിൽ നിന്നും മുക്തി നേടാനല്ല പറഞ്ഞത്, മരണഭയത്തിൽ നിന്നും ഒരു മുക്തി ഉണ്ടാകണം. മരണമെന്ന് പറയുന്നത് പല അവസ്ഥകളിലാണ്. നമ്മൾ വിചാരിക്കും ചത്തുപോകുന്നതാണ് മരണമെന്ന് പറയും. ചത്തുപോകുന്നത് തന്നെ അല്ല മരണം. നമ്മുടെ ഒരുപാട് ഗുണങ്ങളില്ലായ്മയായി പോകുന്നതും ഒരർത്ഥത്തിൽ അതൊരു മരണം തന്നെയാണ്. നല്ലപോലെ പാട്ട് പാടുന്ന ഒരാൾ ആ പാട്ട് പാടാതെ നശിച്ച് കുറേ കാലം അദ്ദേഹം ഇതൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ ഒരു കഴിവ് അവിടെ എന്ത് ചെയ്യും? അതില്ലാതായി പോകുമെന്നാണ്. അപ്പം അങ്ങനെ മരണങ്ങൾ പല തലത്തിൽ നമുക്ക് സംഭവിക്കാം. അങ്ങനെ സംഭവിക്കപ്പെട്ട പല വിധത്തിലുണ്ടാകുന്ന മരണഭയത്തിൽ നിന്നും എങ്ങനെ മുക്തി നേടാമെന്ന് ചോദിക്കുമ്പോഴാണ് ഭാഗവതത്തെ ഉപദേശിച്ചു കൊടുത്തതെന്നാണ്. അപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷി ഭാഗവതത്തെ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേട്ട് മാനസികമായിരിക്കുന്ന തലങ്ങളിൽ മുക്തി ഉണ്ടാകാൻ നിനക്ക് സാധിക്കും. മാനസികമായിരിക്കുന്ന തലങ്ങളിൽ മുക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ഭാഗവതത്തെ ഉപദേശിക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ഒരിക്കലും ഭാഗവതം പറഞ്ഞു കൊടുത്തത് ആ ഒരു ഓർഡറിലെ അല്ല പറഞ്ഞു കൊടുത്തത്. എന്താണോ എങ്ങനെയാണോ അത് ഫലത്തിലേക്ക് വരേണ്ടത്, ആ ഫലത്തിൽ വരാനുള്ള തരത്തിലാണ് ഭാഗവതത്തെ പറഞ്ഞു തന്നത്. നമുക്കറിയാം സപ്താഹങ്ങളൊക്കെ 7 ദിവസമായിട്ടാണ് പരീക്ഷിത്ത് മഹാരാജാവ് അത് കേട്ടത്. ആ 7 ദിവസത്തിലായിട്ടാണ് നമ്മൾ സപ്താഹങ്ങളൊക്കെ നടത്തുന്നത്. സപ്താഹത്തിൻ്റെ 1-ാമത്തെ ദിവസത്തെ അവതാരം ഏതാണ്? സപ്താഹം നടക്കുമ്പോൾ 1-ാമത്തെ ദിവസത്തെ അവതാരം ഏതാണ്? എന്തോ മത്സ്യാവതാരം. തെറ്റി. ഇതായി ഉച്ചയ്ക്ക് മാത്രം അവിടെ പോയി ചേർന്ന് തെള്ളുന്നതിൻ്റെ കുഴപ്പം അതാ. ഇതോ വരാഹാവതാരം. 1-ാമത്തെ ദിവസം എന്താണ്? വരാഹാവതാരം. ഇപ്പോഴേ ഓരോരുത്തർക്ക് വരാഹാവതാരം 1-ാമത്തെ ദിവസം. നമ്മുടെ അപ്പുറത്തെ അമ്പലത്തിൽ എത്ര വർഷം കൊണ്ട് സപ്താഹം നടക്കുന്നുണ്ട്? പാറമേൽ എത്ര വർഷം കൊണ്ട് സപ്താഹം നടക്കുന്നുണ്ട്? 11 വർഷമേ ഉള്ളൂ. 11 വർഷം 13 2 വർഷം ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് എണ്ണാൻ പറ്റാതെ. അപ്പോൾ 13 വർഷമായിട്ട് അവിടെ സപ്താഹം നടക്കുന്നുണ്ട്. 12 വർഷമായിട്ട് നല്ലൊരു ആചാര്യനുമാണ് അവിടെ വരുന്നത്. ആരാണ്? ആദരണീയനായ പാവമ്പ രാധാകൃഷ്ണൻ. അദ്ദേഹം കുട്ടിക്കാലം മുതൽ ഭാഗവതം കാണാപ്പാടം അറിയുന്ന ആളാണ്. കണ്ണടച്ചിരുന്നു കൊണ്ട് ഭാഗവതം വായിക്കുവാൻ അദ്ദേഹത്തിന് കഴിവുള്ളവരാണ്. അത്രമാത്രം വലിയ 1000-നപ്പുറം യജ്ഞവേദികൾ കഴിഞ്ഞ ഒരു വലിയ മഹാത്മാവാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ആദ്യം പറയുന്നത് വരാഹാവതാരമാണ്. പക്ഷേ ഭഗവാൻ എടുത്ത ആദ്യത്തെ അവതാരം ഏതാണ്? മത്സ്യാവതാരമാണ്.
പക്ഷേ മത്സ്യാവതാരമല്ല ആദ്യം പറഞ്ഞു കൊടുത്തത്, പിന്നെന്താണ്? വരാഹാവതാരമാണ്. എന്തുകൊണ്ടാണ് വരാഹാവതാരം ആദ്യം പറഞ്ഞു കൊടുത്തത്? ആ അവതാരത്തിൻ്റെ ഫലമാണ് നമുക്ക് ആദ്യം വേണ്ടത്. ആ അവതാരത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? ശുദ്ധി ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനം. ആ ശുദ്ധി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വരാഹത്തെ വരാഹം എന്ന് പറയുന്നത് എന്താണ്? പന്നിയാണ്. ആ പന്നിയുടെ ഫലം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ ശുദ്ധിയുണ്ട് അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഘ്രാണബലമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജന്തുവാണ് എന്ത്? വരാഹം എന്ന് പറയുന്നത്. അപ്പോൾ വരാഹത്തെ അവതരിച്ച് നമുക്ക് നമ്മളിലേക്ക് നൽകിയത് എന്തുകൊണ്ടാണ്? നമ്മളിലുള്ള വാസനകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് എന്താണ്? അത് പരിശോധിക്കപ്പെടുകയാണ്. അപ്പോൾ പരിശോധിക്കപ്പെടുന്ന ആ ഒരു അവതാരമായിട്ടാണ് വരാഹത്തെ നമ്മളിലേക്ക് നൽകിയത്. അപ്പോൾ ആ വരാഹാവതാരം നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മളിൽ ഇരിക്കുന്നത് എന്താണെന്ന് അവയിലെ നന്മതിന്മകളെ നന്നായിട്ട് തിരിച്ചറിയുവാനുള്ളൊരു പരിശോധനയാണ്. ആ പരിശോധനയിൽ നമുക്കെന്ത് തെളിയും? നല്ലതേത് ചീത്ത ഏതെന്ന് നമ്മൾ തെളിയും. അപ്പം നല്ലതേതെന്നും ചീത്ത ഏതെന്നും നമ്മൾ നന്നായി അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് ആവശ്യമുള്ളത് ഏതാണ്? നല്ലതാണ്. ആവശ്യമില്ലാത്തത് ഏതാണ്? അത് മോശമായിട്ടുള്ളത് ചീത്തയാണ്. അപ്പോൾ ആ ചീത്തയായിരിക്കുന്നവ എന്താണ്? നമുക്ക് ശത്രുക്കളാണ് എന്ന് പറയും. നമുക്ക് വേണ്ടാത്തവരെല്ലാം നമുക്ക് ശത്രുക്കളാണല്ലേ. നമുക്ക് വേണ്ടവരെല്ലാം ആരാണ്? നമ്മളുടെ മിത്രങ്ങളാണ്. അപ്പോൾ ശത്രുതകളെ നമുക്ക് ആദ്യം കളയണം. അപ്പോൾ ഇത് നന്മതിന്മകളെ വേർതിരിച്ചറിയുക. വിധി നിഷേധങ്ങളെ ആദ്യത്തെ ദിവസം കൊണ്ട് വേർതിരിച്ചറിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമാകുമ്പോഴേക്കും നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള ആ ശത്രുതാ സംബന്ധമായിരിക്കുന്ന ദോഷങ്ങളെ നമുക്ക് ഇല്ലായ്മ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് അവിടെ ഒരു രണ്ടാമത്തെ ദിവസം അവതാരം ഉണ്ടാവും. ഏതാണ് രണ്ടാമത്തെ ദിവസത്തെ അവതാരം? 13 വർഷം നടത്തിയ സപ്താഹം കേട്ടവരാണ്. രണ്ടാമത്തെ ദിവസത്തെ അവതാരം എന്താണ് അവിടെ? നരസിംഹമൂർത്തിയാണ്. ആ നരസിംഹമൂർത്തിയുടെ അവതാരം രണ്ടാമത്തെ ദിവസം വരുന്നത് എന്തിനാണ്? ശത്രുതകളെ ഇല്ലായ്മ ചെയ്യാൻ. ആരാണ് ശത്രു? ഹിരണ്യകശിപു എന്ന് പറയുന്ന ആളുടെ ശത്രുത. ഹിരണ്മയം എന്ന് പറയുന്ന ആ ഹിരണ്യായ നമ്മ ചൊല്ലുന്ന അഹംഭാവം എന്ന് പറയുന്ന ദോഷമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ വലിയവനാണെന്ന് തോന്നുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ എന്നിലെ ശത്രു. ഒരിടത്തും ഒരു കാര്യത്തിലും വിജയിക്കാൻ പറ്റാത്തതായി വരുന്നത് എന്തുകൊണ്ടാണ്? എന്നിലെ അഹങ്കാരവും അഹംഭാവവുമാണ് എന്നെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഒരിടത്തും എനിക്ക് വിജയങ്ങൾ ഉണ്ടാകില്ല. അപ്പം അതുകൊണ്ട് അത് ആദ്യം ഇല്ലായ്മ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന നന്മകളെ നിലനിർത്തിക്കൊണ്ട് തിന്മകളായിരിക്കുന്ന ശത്രുതകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നരസിംഹമായി ഭഗവാൻ അവതരിച്ചു. ആ ഭഗവാൻ അത് അവതരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളിൽ എന്തേ നിലനിൽക്കുന്നുള്ളൂ? നശിച്ച് വേണ്ടാത്തതായിട്ടുള്ളത് മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നത് എന്താണ്? വേണുന്നത് എന്തെല്ലാമാണോ അതുമാത്രമാണ് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നത്. പക്ഷെ അതെന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. എന്തൊരവസ്ഥയാണ്? ഒരു കാരാഗ്രഹ തുല്യമായിരിക്കുന്ന അവസ്ഥയാണ്. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അതിനകത്ത് വെറുതെ കിടക്കാനേ സാധിക്കത്തുള്ളൂ അല്ലേ? അവിടെ കിടക്കാത്തതുകൊണ്ട് നമുക്കറിയത്തില്ലെന്ന് പറയാൻ വേണമെങ്കിൽ. പക്ഷേ എന്താണ്? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനകത്തിൽ വെറുതെ കിടക്കാമെന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടേക്ക് ആര് വന്നു? ഭഗവാൻ തന്നെ അവിടെ അവതരിച്ചു. മൂന്നാമത്തെ ദിവസം കൃഷ്ണനായിട്ട് അവിടെ അവതരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ അവിടെ നിന്നും പുറത്തേക്ക് ഭഗവാനെ കൊണ്ടുവന്നു. നമ്മുടെ ഉള്ളിലിരിക്കുന്ന നന്മകളെയും ഗുണങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? പുറത്തേക്ക് കൊണ്ടുവരുവാനായി നമ്മൾ പരിശ്രമിക്കണം. അത് അവനവൻ തന്നെ പരിശ്രമിച്ചെങ്കിലേ നമുക്ക് സാധിക്കത്തുള്ളൂ. നമ്മുടെ വീട്ടിൽ ഒരുപാട് പൂക്കൾ നിൽപ്പുണ്ടല്ലേ? നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ നല്ല പൂക്കളൊക്കെ വളർത്തുന്നുണ്ട്. അത് കുറച്ച് ദിവസം അകത്തിൽ നിന്ന് ഉണങ്ങിക്കരിഞ്ഞ് അത് അവിടെ തറയിൽ പോവുകയുള്ളൂ. മറിച്ച് എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലൊരു നന്മയുണ്ടെങ്കിൽ ആ പൂക്കളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ആഗ്രഹിക്കും? ഈ പൂക്കൾ കൊണ്ട് നല്ലൊരു മാലയുണ്ടാക്കി ആർക്ക് കൊണ്ട് കൊടുക്കണമെന്ന് തോന്നും? ഇവിടുത്തെ ഭഗവതിക്ക് കൊണ്ടുപോയി ആ ഭഗവതിയുടെ കഴുത്തിലേക്ക് ആ മാലയൊന്ന് ചാർത്തിക്കിട്ട് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം. അതാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന നന്മയെന്ന് പറയും. നമ്മുടെ കയ്യിലൊരു ഗുണമുണ്ടെങ്കിൽ ആ ഗുണം കൊണ്ട് മറ്റൊരാൾക്ക് പ്രയോജനവും ഗുണവും ഐശ്വര്യവും ഉണ്ടായാൽ അതിനപ്പുറത്തൊരു വലിയ കാര്യമില്ല. നമ്മുടെ കയ്യിലില്ല ഇരിക്കുന്നത് കൊണ്ട് നമ്മളത് അവിടെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് അവിടെ ഇരുന്ന്
തുരുമ്പിക്കുകയല്ലാതെ, അത് അവസാനം അത് നശിച്ചു പോവുകയല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മളിലുള്ള ഗുണങ്ങളെയും കഴിവുകളെയും നമ്മൾ ഉപകാരപ്പെടുന്ന വിധത്തിൽ അതിനെ ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മൾ ഉപയോഗിക്കാനായി പരിശ്രമിക്കപ്പെടുമ്പോഴാണ് നമ്മൾ യോഗ്യരായിരിക്കുന്നവരാണെന്ന് നമുക്കൊന്ന് ആദ്യം അവനവന് തന്നെ അവനവനെ പറ്റി ഒരു ധാരണയുണ്ടാകണമെന്ന് പറയും, ഇല്ലേ? അതുകൊണ്ടാണ് ഭഗവത്ഗീത നമ്മളോട് പറഞ്ഞ ഉദ്ധരേതാത്മനാത്മാനോ, അവനവനെ അവനവൻ തന്നെ വേണം നന്നാക്കിയെടുക്കാൻ. അപ്പം എന്ത് ചെയ്യും? നമ്മൾ തന്നെ താനെയാണ് നമ്മളുടെ കഴിവുകളെയും ഗുണങ്ങളെയും കൊണ്ടുപോകേണ്ടത്. എനിക്ക് എന്തെല്ലാം കഴിവുകൾ ജീവിതത്തിലുണ്ട്, എനിക്ക് എല്ലാ കഴിവുകളും ഈശ്വരൻ എന്നെ ഇങ്ങോട്ട് വിട്ടപ്പോൾ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും കഴിവുകളും തന്നാണ് നമ്മളെ വിട്ടത്. ആ കഴിവുകളുള്ള ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കഴിവുകളെയെല്ലാം ഞാൻ ഉപയോഗിക്കാൻ ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണം. അതിനെന്ന് നമ്മൾ തന്നെ വിചാരിക്കണം എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. പൂക്കൾ കാണുന്നു, പൂക്കൾ കാണുമ്പോൾ ആ പൂക്കൾ കൊണ്ട് എന്തുണ്ടാകാം? ഒരു നല്ല മാലയുണ്ടാകാം. അയ്യോ, എനിക്ക് മാലയായിട്ട് അറിയത്തില്ല. നമ്മൾ പഠിക്കണം. നമ്മളത് നന്നായിട്ട് നമ്മളറിയാവുന്നവരോട് ചോദിച്ച് അത് മനസ്സിലാക്കി പഠിച്ച് നല്ല മാലയുണ്ടാക്കി അത് ചാർത്തി കഴിയുമ്പോൾ കിട്ടുന്ന നമുക്കുണ്ടാകുന്ന ഒരു സംതൃപ്തിയുണ്ടല്ലേ? സന്തോഷമല്ല അവിടെ നമുക്കുണ്ടാകുന്ന ഒരു സംതൃപ്തിയുണ്ട്. ഭഗവാന്റെ കഴുത്തിലേക്ക് ആ മാല കെട്ട് കാണുമ്പോൾ, ആ ഭഗവാൻ ആ മാലയിൽ ഭഗവതി ആ മാല ചാർത്തി കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംതൃപ്തിയുണ്ട്. നല്ല വസ്ത്രങ്ങൾ നമ്മുടെ അടുക്കൽ നല്ല വസ്ത്രങ്ങളുണ്ട്. ആ വസ്ത്രങ്ങൾ കൊണ്ട് നല്ലൊരു ഉടയാട തയ്ച്ച്, നല്ല ഗംഭീരമായ ഒരു ഉടയാട തയ്ച്ച് ഭഗവതിക്ക് കൊടുത്ത് ആ ഭഗവതിയെ ആ ഉടയാട ചാർത്തി കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി. നമ്മൾ വിചാരിച്ചാൽ ഒരു ഉടയാട തയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ലേ? പറ്റുമോ? പറ്റും. നമ്മൾ ശ്രമിക്കുമോ? ഇല്ല. പറ്റും എന്നെ കൊണ്ട്. പക്ഷേ അതിനൊക്കെ എവിടാന്നേ സമയം? ഇപ്പം നമുക്ക് എന്തിനാന്നേ ജീവിതത്തിൽ സമയമുള്ളത്? നമ്മളുടെ കാര്യം നോക്കാൻ പോലും നമുക്ക് സമയമില്ലാത്തവരാണ്. നമ്മൾ സ്വയം പരിശ്രമിക്കപ്പെട്ടാൽ നമ്മളുണ്ടാക്കുന്നതാണ് നമ്മുടെ സമയം. നമ്മൾ പരിശ്രമിക്കപ്പെട്ട ഭഗവതിക്ക് നല്ലൊരു ഉടയാടയുണ്ടാക്കി, ഭഗവതിക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു ഉടയാട, ചിലപ്പോൾ നമുക്ക് 1 മാസം എടുക്കാം ആ ഒരു ഉടയാട പൂർണ്ണമാക്കി കൊണ്ടുവരാൻ. അതിലെന്തെല്ലാം നമ്മൾ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ബ്ലൗസ് തയ്ക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ അവിടെ അത് വെക്കണം, ഇത് വെക്കണം, അങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കണം എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഇതെല്ലാം നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കും. ആർക്ക് വേണ്ടി? നമ്മളുടെ ഭഗവതിക്ക് വേണ്ടി. വളരെ നല്ല രീതിയിൽ ഭഗവതിക്കൊരു നല്ല ഉടയാടയുണ്ടാക്കി അത് നമ്മൾ ഉണ്ടാക്കിയത് ഭഗവതിക്ക് കൊണ്ടുപോയി ചാർത്തി, നമ്മൾ ചെയ്ത ഒരു മാല ഭഗവതി ചാർത്തി കഴിഞ്ഞ് കാണുമ്പോൾ കിട്ടുന്ന സംതൃപ്തി, അതിനപ്പുറത്തൊരു വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവം നമുക്കുണ്ടാകാനില്ല. അപ്പം അതുകൊണ്ട് പരിശ്രമങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പരിശ്രമങ്ങളിലൂടെ അല്ലാതെ ജീവിതത്തിൽ ഒരു വ്യക്തിയും ഇന്ന് വരെ വിജയിച്ചിട്ടില്ല. അല്ലെങ്കിൽ താൽക്കാലികമായി വേണമെങ്കിൽ നമ്മൾ അവരെ വിജയിക്കും. ഇന്നത്തെ കുട്ടികൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടും അതാണ്. എന്താണ്? കുട്ടികൾക്ക് ആരാണ് നോട്ട് എഴുതി കൊടുക്കുന്നത്? ആരാണ് നോട്ട് എഴുതി കൊടുക്കുന്നത്? അമ്മൂമ്മമാരുമാണ്. അമ്മൂമ്മമാരൊക്കെ ഇപ്പോൾ പറയുന്നത് ഞങ്ങളിപ്പോൾ പരീക്ഷ എഴുതാൻ ഞങ്ങൾ നല്ല മാർക്കോടുകൂടി ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സാകുമെന്നാണ് പറയുന്നത്. കാരണം കുട്ടികൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ കുട്ടികളോട് പറയും നിങ്ങൾ ശകല സമയം വിശ്രമിച്ചോ, ബാക്കി നോട്ടെല്ലാം ഞങ്ങൾ എഴുതിയേക്കാം. ഇപ്പം എല്ലാം വാട്സപ്പിൽ നോട്ട് വരും, അതെടുത്ത് വെച്ച് നമ്മളിരുന്ന് കുട്ടികൾക്കെല്ലാം എഴുതി കൊടുക്കും. കുട്ടി ഇതൊക്കെ കാണുമോ അതറിയത്ത് പോലുമില്ല. പിറ്റേ ദിവസം കൊണ്ടുവന്ന് ടീച്ചറിനെ കൊടുക്കും. ഇത് കാണുന്ന ടീച്ചറിനറിയാം ഇതാരെഴുതുന്നതാണെന്ന് എങ്ങനെയാണെന്ന്. എന്നാലും ടീച്ചർ വിചാരിക്കും അത് കിട്ടിയതാട്ടെന്ന് വിചാരിക്കും. അങ്ങനെ പോകുന്നു. അതല്ല വേണ്ടത്. പരിശ്രമങ്ങളാണ് ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്നത്. അവൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ എഴുതുവാനും വായിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഉപയോഗിക്കുവാനുമൊക്കെ പ്രാപ്തിയുള്ളവനാക്കി എടുക്കണമെങ്കിൽ അവനിൽ എന്തുണ്ടാകണം? പരിശ്രമങ്ങൾ ഉണ്ടാകണം. ആ പരിശ്രമങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആദ്യത്തെ ഗുണമെന്ന് നമുക്ക് പറഞ്ഞു തരും. ഭാഗവതം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു തന്നാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ നമ്മൾ വിജയിക്കപ്പെടണമെങ്കിൽ, മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? പരിശ്രമങ്ങൾ ഉണ്ടാകണം. ഇന്ന് ദേവീ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന ഭാഗമുണ്ട്. ബ്രഹ്മദേവനെ കാണാൻ മകനായിരിക്കുന്ന മാനസപുത്രനായിരിക്കുന്ന നാരദ മഹർഷി ചെല്ലുന്നുണ്ട്. നാരദ മഹർഷിയുടെ പ്രത്യേകത എന്താണ്? വീണയിൽ എപ്പോഴും ഇങ്ങനെ നാരായണ നാമം ജപിച്ചു. നാരദൻ്റെ വീണയുടെ പേരെന്തായിരുന്നു? നാരദൻ്റെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തച്ചനെടുത്ത് എഴുതുന്നതൊക്കെ കണ്ടായിരുന്നു.
എന്തായിരുന്നു നാരദൻ്റെ വീണയുടെ പേര്? നാരദൻ്റെ വീണയുടെ പേര് മൂന്നക്ഷരമേ ഉള്ളൂ. മാ എന്ന അക്ഷരത്തിൽ തുടങ്ങും. ഒന്ന് ചിന്തിച്ചു നോക്കാം. എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കും. മാ എന്ന അക്ഷരത്തിൽ തുടങ്ങും. മൂന്നക്ഷരമേ ഉള്ളൂ. അവസാനത്തെ അക്ഷരം തീ എന്നാണ്. ഏതെങ്കിലുമൊക്കെ അക്ഷരം നടുക്ക് വെച്ച് നോക്കൂ, അപ്പോൾ ഏതെങ്കിലുമൊക്കെ ശരിയാവും. ഓർമ്മ പോലും ഇല്ല. അന്ന് നമ്മൾ കേട്ട് തല ഉലുക്കിപ്പോയില്ലയോ? അതുകൊണ്ടാണ് നമുക്കിപ്പം ഓർക്കാത്തത്. മഹതി എന്നാണ് ആ വീണയുടെ പേര്. മഹതി എന്ന വീണയുമായി നാരദ മഹർഷി ബ്രഹ്മദേവൻ്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഗുണങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഗുണങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആവശ്യം വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു, എന്തൊക്കെയാണ് ഗുണങ്ങൾ? അപ്പോൾ ഗുണങ്ങളെപ്പറ്റി നാരദ മഹർഷിയോട് ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഗുണതത്വ നിരൂപണമെന്നാണ് ദേവി ഭാഗവത്തിൽ ആ ഭാഗത്തിന് പറയുന്നത്. ആ ഗുണതത്വ നിരൂപണത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു ഗുണങ്ങളെന്ന് പറയുന്നത് 3 വിധത്തിലാണ്. സദ്ഗുണമെന്നും രജോ ഗുണമെന്നും തമോ ഗുണമെന്നും പറയുന്ന 3 വിധത്തിലുള്ള ഗുണങ്ങളുണ്ട്. അതെല്ലായിടത്തും ഉണ്ട്. സാത്വികമായിരിക്കുന്നത് സദ്ഗുണമെന്നും രജോ ഗുണമെന്നും തമോ ഗുണമെന്നും പറയുന്ന 3 കാര്യങ്ങൾ. അതിൽ സ്വാത്വികമായിരിക്കുന്നവയാണ് ഒരു മനുഷ്യൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. രജോ ഗുണത്തിലുള്ളവ അവൻ്റെ പ്രവർത്തനങ്ങളിലുണ്ടാകും. തമോ ഗുണത്തിലുള്ളത് അവനിൽ ആവശ്യമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സാത്വികവും രാജസവും താമസവുമായിരിക്കുന്ന ഗുണങ്ങൾ കൂടി കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും വരുന്നത്. അതിൽ സ്വാത്വികമായിരിക്കുന്ന ഗുണങ്ങൾ നമുക്ക് ഉണ്ടാകണം. അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മളുടെ ഗുണങ്ങളും സ്വാത്വികമായിരിക്കുന്ന ഫലത്തിലേക്ക് വരും. ഒരു വ്യക്തി നമ്മുടെ അടുക്കലേക്ക് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് വരുന്നു. അപ്പോൾ വന്ന് പറയുന്നു, നമുക്ക് ആ വ്യക്തി പറഞ്ഞു, എനിക്ക് വലിയ പ്രയാസമാണ്, അല്ലെങ്കിൽ എനിക്ക് ചില സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുണ്ട്, ഇച്ചിരി കടമുണ്ട് എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ എന്തു പറയും? എനിക്കും അതിനേക്കാൾ വലിയ കടം. കാരണം എന്താണ്? ഇനി അടുത്ത് ചിലപ്പോൾ നമ്മളോട് പൈസ ചോദിച്ചാലോ എന്ന് വിചാരിച്ച് നമ്മളെന്ത് പറയും? നേരത്തെ മുൻകൂട്ടി ഒരു ഞാനും ഇച്ചിരി കടത്തിയൊക്കെ ഇരിക്കുമോ, ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് ഇപ്പം ഇരുന്നതേ ഉള്ളൂ. അങ്ങോട്ട് ഒരാളുടെ ഒരു ബുദ്ധിമുട്ട് നമ്മളോട് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? സ്വാത്വികമായിരിക്കുന്ന ഫലത്തിലാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അവരെ ആശ്വസിപ്പിക്കും. അതാണ് സ്വാത്വികമായിരിക്കുന്ന ഫലം എന്ന് പറയുന്നത്. ആശ്വസിപ്പിക്കുക ഒരു വലിയ ഗുണമാണ് എന്നാണ് പറയുന്നത്. ആശ്വസിപ്പിച്ചുകൊണ്ട് അതൊന്നും സാരമില്ല, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാകും, അത് സാരമില്ല, അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മെച്ചപ്പെടാവുന്നതേ ഉള്ളൂ. അല്പം സ്വസ്ഥമായി സമാധാനപരമായി അതിനെപ്പറ്റി ആലോചിക്കൂ, എങ്ങനെ അതിൽ നിന്ന് മുക്തി നേടാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി എല്ലാവരും സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കൂ എന്ന് പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിക്കുവാൻ നമുക്ക് സാധിക്കപ്പെട്ടാൽ നമ്മളിൽ എന്തോ ഗുണമാണുള്ളത്? സ്വാത്വികമായിരിക്കുന്ന ഗുണമാണുള്ളതെന്ന് പറയും. ഇച്ചിരി കടമാണ്, നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ കാറ് മേടിക്കണ്ടേ? നിങ്ങളോടിപ്പോൾ ആരെങ്കിലും പറഞ്ഞു ഈ കാറ് മേടിക്കും? ഇപ്പോൾ കാറ് മേടിച്ചപ്പോഴല്ലേ നിങ്ങൾക്ക് ഇത്രയും രൂപയുടെ കടം വന്നേ? അപ്പോൾ ആവശ്യമില്ലാത്ത സമയത്ത് കാറും ഒന്നും മേടിക്കരുത്. അതുകൊണ്ട് ഇതൊക്കെ ആ കാറിന് വിൽക്കണം, വിറ്റ് കാശൊക്കെ കടവും വീട്ടണം. അതെന്തോ സ്വഭാവമാണ്? രാജസമായിരിക്കുന്ന ഗുണം. ഇനി താമസമായിരിക്കുന്ന ഗുണത്തിലെ മറുപടി ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വരണം. നിങ്ങൾക്ക് അത്രയും പറ്റിയുള്ളല്ലോ. ഞാനത് ഇന്നലെ വിചാരിക്കുക കൂടെ ചെയ്തു, നിങ്ങൾക്ക് എന്താ പറ്റിയില്ലല്ലോ എന്ന് വരെ ഞാൻ വിചാരിച്ചു. അതെന്താണ്? താമസമായിരിക്കുന്ന ഗുണം. നമ്മളിൽ ഇതിൽ ഏത് ഗുണമാണ് ഉള്ളത്? കള്ളം പറയരുത്, ഭഗവതിയെ കണ്ടോണ്ടിരിക്കുക. നമ്മളിൽ ഏത് ഗുണമാണുള്ളതെന്നൊരു ആത്മപരിശോധന നടത്തി നോക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? പക്ഷെ അത് ആളും തരവും നോക്കിയായിരിക്കും ഗുണങ്ങൾ ഇല്ലേ? പക്ഷെ അടിസ്ഥാനപരമായിരിക്കുന്ന ഗുണങ്ങൾ എന്ത് ചെയ്യും? അതിന് ആളും തരവും ഒന്നും നോക്കില്ല. ആളും തരവും ഒന്നും നോക്കിയല്ല നമ്മളത് ചിന്തിക്കുന്നത്. ആളും തരവും നോക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് പ്രയോജനമുള്ളവരാണ് നമുക്ക് വേണ്ടവരെന്ന് നമ്മൾ ചിന്തിക്കും. അതാണ്
അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം ഈ ഒരു ഗുണങ്ങളുടെ ഒരു ഉദാഹരണം പറഞ്ഞതാണത്. സ്വാത്വികമായിരിക്കുന്നതും രാജസമായിരിക്കുന്നതും താമസമായിരിക്കുന്നതുമായ ഗുണങ്ങളെയാണ് പറയുന്നത്. അതെന്ത് വേണം? അതൊന്നും നമ്മൾ ഒരിടത്തു നിന്നും പഠിക്കുന്നതല്ല, അത് നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടായിക്കൊണ്ടുവരേണ്ടതാണ്. ഒരാളുടെ വേദനകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാണുമ്പോൾ അത് തങ്ങളുടേത് കൂടിയിട്ടാണ് ആ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്ന് എപ്പോഴാണോ നമ്മളിൽ തോന്നുവാൻ നമുക്ക് സാധിക്കപ്പെടുന്നത്, അവിടെ സ്വാത്വികമായിരിക്കുന്ന ഗുണങ്ങൾ നമുക്കുണ്ടാകുമെന്നാണ് പറയുന്നത്. അതുണ്ടാകാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിലിരിക്കുന്ന രാജസവും താമസവുമായിരിക്കുന്ന ശക്തികളുടെ സാന്നിധ്യത്തെ നമ്മൾ ഒഴിവാക്കി തുടങ്ങണം. ഭക്ഷണത്തിൽ പോലുമുണ്ട് രാജസമായി ഈ സ്വാത്വികവും രാജസവും താമസവുമായിരിക്കുന്ന ഭക്ഷണങ്ങളുള്ളതെന്ന് പറയും. സ്വാത്വികമായിരിക്കുന്ന നിവേദ്യമാണ് എന്ത്? പാൽപ്പായസം എന്ന് പറയും. രാജസമായിരിക്കുന്ന നിവേദ്യങ്ങളാണ് പായസങ്ങൾ എന്ന് പറയുന്നത്. ആദ്യത്തെ പാൽപ്പായസം, രണ്ടാമത്തെ പായസം. താമസമായിരിക്കുന്നതാണ് മറ്റുള്ള ചുട്ടുള്ളതും മറ്റുള്ളതുമായിരിക്കുന്ന നിവേദ്യങ്ങൾ. അത് അങ്ങനെയുള്ള ദേവതകൾക്കേ അത് നിവേദിക്കുകയുള്ളൂ. സ്വാത്വികവും രാജസവുമായിരിക്കുന്ന നിവേദ്യങ്ങൾ നടത്തുന്ന ആ ദേവതയുടെ സ്വഭാവ ഗുണങ്ങളുടെ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങൾ, ഭക്ഷണം പോലും നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മളെ നന്നായി നിയന്ത്രിക്കപ്പെടും. അന്നം ഹി മന, മനസ്സിനെ എന്ത് നിയന്ത്രിക്കും? നമ്മൾ കഴിക്കുന്ന ആഹാരം നിയന്ത്രിക്കുമെന്നാണ് പറയുക. അല്ലെങ്കിൽ ആ മാനസികമായിരിക്കുന്ന അവസ്ഥകൾക്കൊരു വ്യത്യാസം വരുത്താൻ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ സാധിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ടാണ് എപ്പോഴും എന്ത്? നല്ല ആഹാരങ്ങളെ, യോജിക്കുന്ന ആഹാരങ്ങളെ കഴിക്കാവൂ എന്ന് പറയുന്നത്. അത് അല്ലാതെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ സ്വഭാവങ്ങളും അങ്ങനെ അല്ലാതായി മാറപ്പെട്ടത് എന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് എന്ത് വേണം? ഗുണങ്ങളുടെ കാര്യങ്ങളിൽ സ്വാത്വികമായതും രാജസമായതും താമസവുമായിരിക്കുന്ന ഗുണങ്ങളുള്ളതിൽ സ്വാത്വികമായിരിക്കുന്ന ഫലങ്ങളെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് എന്ന് പറയും. അതിനെന്തുണ്ടാകണം? ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഇച്ഛാശക്തിയും ഉണ്ടാകണം. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി നമുക്കുണ്ടാകണം. ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും നമുക്ക് ഉണ്ടാകണം. അത് ഇവിടെ നിന്നുണ്ടാകണം. അത് നമ്മളുടെ മാനസികമായ അവസ്ഥയിൽ നിന്ന് നമുക്കുണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഇതല്പം വേദാന്തമാണ്, എളുപ്പം നമുക്ക് ദഹിക്കുന്നതല്ല. എങ്കിൽ പോലും ഒരു സാമാന്യമായിട്ട് മനസ്സിലാക്കുക, അത്രയും ലളിതമായി പറയാൻ എനിക്കും അറിയൂ. അപ്പോൾ ഈ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും, നമ്മളൊരു മനസ്സിലൊരു കാര്യം ആഗ്രഹിക്കുന്നു. എന്താണ്? അതിങ്ങനെ ആകണം, ഇങ്ങനെ അത് സംഭവിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകണമെന്ന് നമ്മളുടെ മനസ്സിലൊരു ഇച്ഛയുണ്ടാകും. അത് നല്ല രീതിയിൽ അത് വരണം, അതിന് നല്ലതാകണം. ഇച്ഛാശക്തി ഉണ്ടാകുന്നു. അതിൽ നിന്നും ജ്ഞാനശക്തിയിലേക്ക് നമ്മൾ പോകുന്നു. അതിനെന്ത് ഞാൻ ചെയ്താൽ സാധിക്കും? എൻ്റെ വീട്ടിലേക്ക് വിരുന്നുകാരായിട്ടിപ്പോൾ 2 പേര് വരുന്നു. നമ്മളോട് നമ്മുടെ വീട്ടിലേക്ക് 2 പേര് വിരുന്നുകാർ വരുന്നു, അല്ലെങ്കിൽ 4 പേര് വിരുന്നുകാർ വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ആദ്യം നമ്മുടെ മനസ്സിലൊരു ഇച്ഛാശക്തി ആദ്യം ഉണ്ടാകുന്നു. അയ്യോ, അവർ വരുന്ന എത്ര കാലം കൂടിയിട്ടാണ് വരുന്നത്, അവരെ വരുമ്പോൾ സന്തോഷമായിട്ട് വേണം, അവർക്ക് നല്ല ആഹാരമൊക്കെ കൊടുത്ത് അവരെ സന്തോഷമായിട്ട് വേണം പറഞ്ഞു വിടാൻ, ഇല്ലേ? അങ്ങനെ നമ്മളൊരു ഇച്ഛയുണ്ടാകുന്നു നമ്മുടെ മനസ്സിൽ. അതിനു വേണ്ടിയിട്ട് ജ്ഞാനശക്തിയെ നമ്മൾ ഉണർത്തും. അപ്പോൾ എന്ത് വിചാരിക്കും? എന്തൊക്കെ ആഹാരങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ പറ്റും, അവർക്ക് എന്ത് നല്ല ഏതൊക്കെ ആഹാരങ്ങൾ കൊടുത്താൽ പറ്റും. നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളൂ അത്, അങ്ങനൊരു സിസ്റ്റം ഇല്ലാത്തത്. നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോകാമെങ്കിലേ നമ്മളൊരു വീട്ടിലോട്ട് ആദ്യം കയറി ചെന്ന് കഴിയുമ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഇഞ്ഞു തരും. നമ്മൾ ചെന്ന് കയറിയാൽ ഉടൻ തന്നെ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഇഞ്ഞു തരും. ആ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് സ്വസ്ഥമായി കഴിഞ്ഞിട്ട് അവർ ആഹാരം കൊടുക്കും. നമ്മുടെ ഇവിടെ അങ്ങനെയാണോ? പോകാൻ നേരത്ത് പറഞ്ഞാൽ വെള്ളം വല്ലോ ഇല്ല, വേണ്ട, ആ ശരി ആയിക്കോട്ടെ. ഇതൊന്നും തേവലശ്ശേരിയിലെ കാര്യമല്ല, തേവലശ്ശേരിയിൽ അങ്ങനെയൊന്നുമേ അല്ലെന്ന് എനിക്കറിയാം. അപ്പം നമ്മളുടെ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും എന്ത് ചെയ്താൽ സാധിക്കും, അവർക്ക് ഏതെല്ലാം വിധത്തിൽ വേണമെന്ന് നമ്മൾ നന്നായി ചിന്തിക്കും. അവർക്ക് ഏറ്റവും സ്വാദുള്ള നല്ല ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ അതിന് അടുത്ത മാർഗം നോക്കും, നമുക്കതുകൊണ്ട് പറ്റില്ലെങ്കിൽ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാം. ഇപ്പോൾ ഏതെങ്കിലും കടകളിൽ നിന്ന് നല്ല സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് വേണമെങ്കിലും കൊടുക്കാം. പിന്നെന്ത് ചെയ്യും? ക്രിയാശക്തി, അത് നമ്മൾ ചെയ്യുന്നു. അവർ വരുമ്പോൾ സന്തോഷമായിട്ട് വന്നിരുന്നിട്ട് വിശേഷമൊക്കെ പറഞ്ഞാട്ട്, എത്ര കാലം കൊണ്ട് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു, ഞാനും അങ്ങോട്ടൊക്കെ വരണമെന്ന് വിചാരിക്കുകയാണ്, ഒട്ടും സമയം കിട്ടുന്നില്ല,
ജോലി ഉണ്ടായിരുന്നപ്പോൾ സമയമില്ലായിരുന്നു, ജോലിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് സമയമേ ഇല്ലെന്ന്. പിന്നെ എന്തായി, പണ്ട് മക്കളെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു, ഇപ്പം മക്കളെയും കൊച്ചുമക്കളെയും കൂടെ നമ്മൾ നോക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് തീരെ സമയമില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ച് ആഹാരമൊക്കെ സന്തോഷമായിട്ട് വിളമ്പി കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് വിടുന്നു. ഇതാണ് എളുപ്പമായിട്ട് മനസ്സിലാക്കാനുള്ളൊരു മാർഗം. ഇത് നമ്മൾ ചെയ്യുന്നതാണല്ലേ. ഈ 3 കാര്യങ്ങൾ, ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും. ക്രിയ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നതാണ്. ഇതിൻ്റെ സ്വഭാവ ഗുണങ്ങളുണ്ടാണ്. അതുകൊണ്ടാണ് ഭഗവതിയെ എന്ത് പറയുന്നത്, ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണിയെ നമ എന്ന് പറയും. അതിന് ഒരുപാട് വേറെ അർത്ഥതലങ്ങളുണ്ട്. വേദാന്തമായിട്ട് ഒരുപാട് അർത്ഥതലങ്ങൾ വ്യത്യസ്തമായിട്ടുമുണ്ട്. അപ്പോൾ ഈ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. അതെന്ത്, സ്വാത്വികമായിരിക്കുന്ന ഫലങ്ങളിലൂടെ. ആ സ്വാത്വികമായിരിക്കുന്ന ഫലങ്ങളിലൂടെ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളുടെ ഗുണങ്ങളിൽ, നമ്മളിൽ നിന്ന് ഉദ്ഭവിക്കപ്പെടുന്നതായിരിക്കുന്ന നമുക്ക് കിട്ടിയിട്ടുള്ളതായ ഗുണങ്ങളെ നമ്മൾ ചിന്തിക്കണം. ഏത്, ശബ്ദമുണ്ട്, സ്പർശമുണ്ട്, രൂപമുണ്ട്, രസമുണ്ട്, ഗന്ധമുണ്ട്, അങ്ങനെയുള്ളവ എല്ലാം നമ്മൾ ചിന്തിക്കപ്പെടണം. ഇപ്പം നമുക്കൊരു കാര്യം കേൾക്കുന്നു, ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് ഒരാളെപ്പറ്റി വളരെ മോശമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്, അപ്പുറത്തൊരാളിരുന്ന് പറയുന്നു, മോശമായ കാര്യമാണ്, നമുക്കറിയാവുന്ന ഒരാളെ പറ്റിയാണ് പറയുന്നത്. നമ്മളിപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെയാണോ കാര്യങ്ങൾ, പക്ഷെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇങ്ങനെയൊക്കെയാണെന്ന്. ഇങ്ങനൊന്നും അല്ല ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ. അതേതാണ്, താമസമായിരിക്കുന്ന കേൾവിയാണ്. താമസമായിരിക്കുന്ന കേൾവിയാണ്. രാജസമായിരിക്കുന്ന കേൾവിയാണെങ്കിലോ നമ്മളിത് കേട്ടേ പറ്റൂ, കേൾക്കാതെ നമ്മൾ പോകുമോ? ഇല്ല, അത് മൊത്തം കേൾക്കും നമ്മൾ. അവർക്കെങ്ങാനും ഇടയ്ക്കെങ്ങാനും ഒരു ഫോൺ വന്ന് അവർ മറന്നുപോയാലോ, അല്ല മുമ്പേ പറഞ്ഞത് എന്തുമായിരുന്നു, എൻ്റെ ബാക്കി എന്തായിരുന്നു എന്ന് ചോദിച്ച് നമ്മൾ അവരെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണെങ്കിലും നമ്മളത് കേൾക്കും. രാജസമായിരിക്കുന്ന കേൾവി എന്താണ്, നിങ്ങൾ പറഞ്ഞതിനെ പറ്റിയൊക്കെ പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം കേട്ടോ, നമ്മൾ അറിയത്തില്ലല്ലോ, നമുക്കിപ്പോൾ എല്ലാവരെയും നമുക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അവിടെ ഒരു സംശയമായി മാറി. പക്ഷേ സ്വാത്വികമായിരിക്കുന്ന ഫലം എന്താണെന്നറിയാമോ, നമ്മളങ്ങനെ ഒരിക്കലും ഒരാളെയും കുറ്റം പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ പറച്ചിലിനെ അവിടെ കൊണ്ട് നമ്മൾ നിർത്തണം. അതാണ് നമ്മൾ ഒരിക്കലും ആ ആളെന്തെല്ലാം മാനസികപരമായ ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളതാണ്. അതുകൊണ്ട് ഒരു പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചപ്പെട്ടത് കൊണ്ടതായിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾക്കത് അങ്ങനെ തെറ്റായിട്ട് നമുക്ക് തോന്നിയതാകാം. പക്ഷേ ആ ആൾ അങ്ങനെ ഒരു വ്യക്തിയുമല്ല, എനിക്ക് ആ ആളിനെ നന്നായി അറിയാവുന്ന ആളാണ്, അദ്ദേഹം അങ്ങനെയുള്ള ആളെ അല്ല എന്ന് പറഞ്ഞു കൊടുത്ത് തിരുത്തി നേരായ തലത്തിലേക്ക് കൊണ്ടുപോകുവാൻ സ്വാത്വികമായിരിക്കുന്ന കേൾവി കൊണ്ട് നമുക്ക് സാധിക്കും. നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഫലം നമ്മൾ എന്ത് ചെയ്യും, അത് പറഞ്ഞ് തിരുത്തുവാൻ നമുക്ക് സാധിക്കും. ഇത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, ചെയ്യരുതോ? ചെയ്യാമോ ഇല്ലയോ? ശ്രമിക്കാറുണ്ടോ നമ്മൾ? ഇല്ല. നമ്മളത് കേൾക്കും, അങ്ങനെയൊക്കെ ഇതും എനിക്കും പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ടെന്നുള്ളതാണ്. വെറുതെയാ. എന്നാലും നമ്മൾ പറയും എനിക്കും അങ്ങനെയൊക്കെ പലപ്പോഴും ഈ ആളിനെ പറ്റി അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് എന്ന് പറയും. അതുപോലെ തന്നെയാണ് ശബ്ദവും സ്പർശവും രൂപവും ഭാവവും ഒക്കെ. ഒരാൾ രൂപത്തെ കൊണ്ട് നമ്മൾ പറയുന്നു, ഒരാൾ നല്ലൊരു വസ്ത്രം ധരിച്ചു കൊണ്ട് വന്നിരിക്കുന്നു. ഈ 3 വിധത്തിൽ നമ്മൾ എങ്ങനെ അതിനെ കാണും? ഈ 3 വിധത്തിൽ എങ്ങനെ അതിനെ കാണും? ഒരാൾ നല്ലൊരു വസ്ത്രം ധരിച്ച് ഒരു ഷർട്ടും നല്ലൊരു മുണ്ടും ഒക്കെ ഉടുത്ത് ഒരാൾ ഇങ്ങോട്ട് കയറി വരും, നമ്മുടെ അടുക്കലേക്ക് വന്ന് നിന്നു. നമ്മൾ എന്ത് പറയും? കൊള്ളാം. നമുക്ക് ഈ 3 വിധത്തിൽ പറയരുത്. ഈ ഡ്രസ്സ് ഭയങ്കര ഒട്ടും ചേരത്തില്ല കേട്ടോ, ഞാൻ വിചാരിച്ചത് എന്തുവാന്ന്, ഇങ്ങനെ രൂപമൊക്കെ എന്തുവാന്ന് വിളിച്ചത്, എന്തൊരു പന്ന ഡ്രസ്സാണ്, പാമ്പിടിച്ചവൻ കടം മേടിച്ച് കാശ് കൊടുത്ത് മേടിച്ച് നല്ല ഷർട്ടാന്ന് വിചാരിച്ച് നല്ല DHൻ്റെയൊക്കെ ഷർട്ടും നല്ല മുണ്ടും ഒക്കെ തേച്ചൊക്കെ കൊണ്ടുവന്നതാണ്. രണ്ടാമത്തേതാണെങ്കിലോ രാജസമായിട്ടുള്ള ഫലമാണെങ്കിലോ നമ്മൾ പറയും കുറച്ചുകൂടെ നല്ല ഡ്രസ്സ് ഇട്ടായിരുന്നെങ്കിൽ അത് ചേർന്നേനെയാണ്. സ്വാത്വികമായിരിക്കുന്ന വാക്കാണെങ്കിലോ എത്ര നന്നായിരിക്കുന്നു, നിങ്ങൾ ആ പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഉദിച്ചുയരുന്നൊരു സൂര്യനെ പോലെ എനിക്കങ്ങ് തോന്നി. ഇട്ടുകൊണ്ട് വരുന്ന ആൾക്ക് എന്ത് തോന്നും? സന്തോഷമാവും. ആ സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങോട്ട് പോകുന്നത്.
അകത്തേക്ക് പോരുന്നത്, ആ മാനസികമായിരിക്കുന്ന സന്തോഷം. അപ്പം ഇതെല്ലാം എന്താണ്? നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ 3 ഗുണങ്ങളും, ഇല്ലേ? അപ്പം ഈ 3 ഗുണവും നമ്മളിൽ തന്നെ ഉള്ളതല്ലേ? അപ്പം ഇതിൽ ഏത് ഗുണമാണ് നമ്മളുടേത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ 7 പേരെ നമ്മൾ ഒഴിവാക്കണമെന്നും. ആരൊക്കെയായിരുന്നു ആ 7 പേര്? ആരൊക്കെയായിരുന്നു ആ 7 പേര്? എന്തോ? പ്രശ്നവാദി, ഗുരുർ, മൗനി, കിമേക, സ്തംഭമൂലകെ, പ്രേക്ഷകോ, ബാണഹ, സപ്തൈജേ, സജീവാത്മ. ഈ 7 പേരാകാതിരിക്കാൻ നമുക്ക് സാധിക്കും. ഈ 7 പേരിൽ ഒരാളല്ലയോ നമ്മൾ? ഈ 7 പേരിൽ ഒരാളല്ലയോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ചിലപ്പോൾ 1, 2, 3 ഗുണങ്ങളൊക്കെ നമുക്ക് കാണില്ലേ? ചിലപ്പോൾ ഈ 7ഉം നമ്മളിൽ കാണും. ഒരിടത്ത് പറഞ്ഞു ഈ 7 തന്നെയല്ല, ഇവിടെ ഈ നാട്ടിൽ തിരുമേനി ഇതിൽ കൂടാതെ 2-3 പേരൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊന്നും തേവലശ്ശേരിലെ കാര്യമല്ല കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കപ്പെടേണ്ടത്? ഇത്രയേ ഉള്ളൂ, നമ്മളിൽ സ്വാത്വികമായിരിക്കുന്ന ഫലങ്ങളെ, ഗുണങ്ങളെ നമ്മൾ വർദ്ധിപ്പിക്കണം. അത് പരിശ്രമിക്കണം. നമ്മളൊരു കാര്യം ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളത് കേൾക്കണം. അതിന് ആദ്യം വേണ്ടത് എന്താണ്? ആരെന്തു പറഞ്ഞാലും അത് മുഴുവൻ നമ്മളത് കേൾക്കണം. പകുതി കേട്ടിട്ട് അഭിപ്രായം പറയാതെ ആ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മൾ കേൾക്കണം. ആ കേൾക്കുന്ന കാര്യത്തെ നമ്മൾ നന്നായി ചിന്തിക്കണം. അത് നന്നായി ചിന്തിച്ചുകൊണ്ട് അത് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുകയാണ് എങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, അവിടെ ഊട്ടുവരയിൽ അത് പോയി തിരക്കിയായിരുന്നു നിങ്ങളാരെങ്കിലും? ഊട്ടുവരയിൽ പോയി തിരക്കിയായിരുന്നു? കസേരയുടെയൊക്കെ കാര്യം ഇന്നലെ പറഞ്ഞേ. ഇനിയും വേണം. ഇനി എന്തൊക്കെ വേണം തരട്ടെ? കസേരയും വേണം, ഡെസ്കും വേണം. അപ്പം അത് ആരുടെ കുഴപ്പം? ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ കുഴപ്പം ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്മളുടെ ക്ഷേത്രത്തിലേക്ക്, അവിടത്തേക്ക്, ഞാനതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് 10 കസേര ഓരോരുത്തരെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിക്കാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് ആരോടൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്യിപ്പിക്കാം. അതവിടെ അല്ല അതിൻ്റെ വില. പിന്നെന്താണ്? നമ്മളുടെ ക്ഷേത്രത്തിൽ നമ്മൾ വേണം അതിൻ്റെ പരിപൂർണതയിലേക്ക്. നമ്മളൊന്ന് ആലോചിച്ചു, നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മളത് നിമിഷങ്ങൾക്കകം പരിഹരിക്കില്ലേ? ഇത് നമുക്ക് നിസ്സാരമായി പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിസ്സാരമായിട്ട് ഇപ്പോൾ ഇവിടത്തേക്ക് ഇനി ഒരു 100 കസേരയും അതിനനുസരിച്ചുള്ള 25 ഡെസ്ക് കൂടാണ് വേണ്ടത് എങ്കിൽ ആ 100 കസേരയ്ക്കും 25 ഡെസ്കിനും പൂർണ്ണമായിട്ടും എത്ര രൂപയാകും? അതിൻ്റെ ഒരു ഭാഗമായി നമുക്ക് ഇത്ര രൂപ കൊടുക്കാം. പലരും പല എല്ലാവരും കസേര മേടിച്ചു കൊണ്ട് വരാനല്ല പറയുന്നത്. മറിച്ച് എന്താണ്? അവിടത്തേക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത്, അവ എന്താണെന്നുള്ളത് അറിഞ്ഞ് മനസ്സിലാക്കി അതിന് വേണ്ടത് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു പക്ഷേ നമുക്കിപ്പോൾ ഒരു 1000 രൂപ കൊടുക്കണം. ഒരു പക്ഷേ നമുക്കിപ്പോൾ ഉടനെ 1000 രൂപ കൊടുക്കാൻ കാണില്ല. സാരമില്ല, പക്ഷെ ഞാനൊരു 1000 രൂപ തരാം. പക്ഷെ അത് 2 പ്രാവശ്യമായിട്ട് ഞാനങ്ങ് തരാം. നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. 500 രൂപ വീതം 2 പ്രാവശ്യമായി കൊടുത്താലും കാര്യം അവിടെ സംഭവിക്കും. നമ്മളുടെ ഫലത്തിൽ 1000 രൂപ അവിടെ ഫലത്തിലേക്ക് എത്തുകയും ചെയ്യും. ഇതെല്ലാം പ്രായോഗികമായി നമ്മുടെ ഈ 3 ഗുണങ്ങളാണ് അതിനകത്തിൽ പ്രധാനം. സ്വാത്വികമായിരിക്കുന്ന ഗുണത്തിലാണോ നമ്മൾ ചിന്തിക്കുന്നത്, രാജസമായിട്ടാണോ താമസമായിട്ടാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ഇവയെല്ലാം പറയുമ്പോൾ അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതെന്താണോ, ഏത് ഗുണമാണോ ഉള്ളത്, ആ ഗുണമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. നമ്മുടെ മനസ്സ് പറയും അത് ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്യണ്ട. അതെന്തുകൊണ്ടാണ്? നമ്മളുടെ മനസ്സിൽ ഏത് ഗുണമാണോ ബലമായിട്ട് നിൽക്കുന്നത് ആ ഗുണത്തെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രാജസവും താമസവും സ്വാത്വികവുമായിരിക്കുന്ന ഗുണങ്ങളെ വർദ്ധിപ്പിക്കപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കപ്പെടണം. അതിന് ഏറ്റവും വിശേഷമായ വിധത്തിലേക്ക് നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് മാറ്റങ്ങൾ ഉണ്ടാകണം. അതിനാണ് പ്രഥമ മുതലുള്ള ദിവസങ്ങളിൽ, ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കപ്പെടേണ്ടത് എന്താണ്? നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും. ഇച്ഛാശക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ 3 ദിവസങ്ങളിൽ ഇച്ഛാശക്തിയെ ഉണർത്താൻ നമ്മൾ ശ്രമിക്കണം. നമ്മളുടെ മനസ്സിലേക്ക് പുതിയ ചിന്തകൾ വന്ന് പ്രവർത്തിക്കുവാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുക്കുക.
ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കും, എൻ്റെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ക്ഷേത്രത്തിൽ എന്തെല്ലാം അത് തയ്യാറാക്കി എടുക്കുവാൻ സാധിക്കപ്പെടും, അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലും എനിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കപ്പെടും എന്നുള്ള ഇച്ഛകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അത് കഴിഞ്ഞ് ആദ്യത്തെ 3 ദിവസം കൊണ്ട് ഇച്ഛാശക്തി കഴിഞ്ഞ് കഴിയുമ്പോൾ ജ്ഞാനശക്തിയിലേക്ക് നമുക്ക് മാറും. അതെങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കും, അതെങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം. അത് നമ്മളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോഴും എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ നിന്നുള്ളതല്ല, എൻ്റെ കഴിവിൻ്റെ പരമാവധിയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നെക്കൊണ്ട് ഏറ്റവും പറ്റുന്ന അപ്പോഴാണ് നമ്മൾ നമ്മുടെ കഴിവറിയുന്നത്. നമ്മളുടെ പരമാവധി നമ്മൾ പറയും, എത്ര ഈ ഇഷ്ടികയിൽ 1 ഇഷ്ടിക എടുക്കാം, 1 ഇഷ്ടികയൊക്കെ എടുക്കാം, 2 ഇഷ്ടിക 2 ഇഷ്ടിക ശ്രമിച്ചാൽ പറ്റും. 3 ഇഷ്ടികയാണെങ്കിലോ നമുക്കത് ഒന്നുകൂടി നമ്മൾ മാനസികമായ ഒരു ധൈര്യത്തിൽ നിൽക്കും. 3 ഇഷ്ടിക ഞാൻ എടുക്കും. 4 ഇഷ്ടികയിലേക്ക് വരുമ്പോൾ നമുക്ക് പറയും 4 ഇഷ്ടിക എന്നെ കൊണ്ട് പറ്റില്ല, എൻ്റെ പരമാവധി എനിക്ക് എടുക്കാൻ പറ്റുന്ന എത്രയാണ്? 3 ഇഷ്ടിക വരെയാണ്. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, വീണ്ടും അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ എനിക്ക് 4 ഇഷ്ടിക എടുക്കുവാനുള്ള ആരോഗ്യം എനിക്കുണ്ടാകണം, അതിന് ഞാൻ പരിശ്രമിക്കുമെന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. എന്നെക്കൊണ്ട് 3 ഇഷ്ടികയെ പറ്റത്തുള്ളൂ, അതുകൊണ്ട് വേണ്ട, അതുകൊണ്ട് 2 ഇഷ്ടിക എടുക്കാമെന്ന് വേണേലും നമുക്ക് വിചാരിക്കാം. എന്ത് വേണമെന്ന് ആര് തീരുമാനിക്കണം? അവനവൻ തന്നെ തീരുമാനിക്കണം. അപ്പം അവനവൻ തന്നെ തീരുമാനിക്കുന്ന ആ തലത്തിലേക്ക് പോകുവാൻ നമുക്ക് ഈ ആദ്യത്തെ 3 ദിവസങ്ങളിലൂടെ നമുക്ക് സാധിക്കണം. ഇച്ഛാശക്തി ഉണ്ടാകണം, ജ്ഞാനശക്തി ഉണ്ടാകണം, അടുത്തത് 3-ാമത്തേതാണ് ക്രിയാശക്തി. അവയെല്ലാം നമ്മൾ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി എന്ന് ചിന്തിച്ച് നോക്കണം. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് പോയി. എന്തായിരുന്നു? കേട്ട വഴിക്ക് പോയതല്ലാതെ പിന്നെ ആരെയും അതുവരെ കണ്ടിട്ടേ ഇല്ല. എന്തായിരുന്നു? ദേവീ മഹാത്മ്യം പഠിക്കണം. ഇപ്പം അന്ന് നിങ്ങൾ പഠിച്ചു തുടങ്ങിയായിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇതിവിടെ ചൊല്ലരുതായിരുന്നു, എന്നും വൈകിട്ട് ഇവിടെ ചൊല്ലരുതായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഇത്രയും ഈ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഈ പുണ്യമാർന്ന ഈ നവരാത്രി കാലത്ത് എല്ലാവർക്കും നാരായണിയൊക്കെ ജപിക്കുന്നില്ല നിങ്ങളൊക്കെ? ഇല്ലേ? നാരായണി ഗ്രൂപ്പ് ഉണ്ടോ ഇവിടെ? ഉണ്ട്. അത്രയും പോലും ഇല്ല, നാരായണീയം പോലും അത്രയും പോലും ജപിക്കാനില്ല. ഒരു 2 മണിക്കൂർ കൊണ്ട് വായിച്ച് തീരാവുന്നതേ ഉള്ളൂ. എന്ത്? ദേവീ മഹാത്മ്യം എന്ന് പറയുന്നത്. പക്ഷെ ദേവീ മഹാത്മ്യത്തിനൊരു കുഴപ്പമുണ്ട്. എന്താണ്? കുഴപ്പമല്ല, അതിൻ്റെ പ്രത്യേകതയാണ്. അത് ഗുരുപദേശത്തോടു കൂടിയേ അത് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. വെറുതെ അങ്ങ് നമുക്ക് എന്നാൽ തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ച് തുടങ്ങാവുന്നതല്ല. എന്ത്? ദേവീ മഹാത്മ്യം അത്രമാത്രം ശക്തിയുള്ളതാണ്. അതിവിടെയാണ് അത് ജപിക്കേണ്ടത്. ഇവിടെ നാരായണീയമല്ല ജപിക്കേണ്ടത്. പിന്നെന്താണ്? ഇവിടെ ദേവീ മഹാത്മ്യമാണ് ജപിക്കേണ്ടത്. ഈ ദേവിയുടെ മഹാത്മ്യത്തെയാണ് ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. ആ ദേവിയുടെ മഹാത്മ്യമാണ് നിത്യവും ജപിക്കേണ്ടത്. നിത്യവും വന്ന് ഇവിടെ ഭഗവതിയുടെ മുമ്പിൽ കീലക സ്തോത്രമോ അതുപോലെ തന്നെ മറ്റുള്ള സ്തോത്രങ്ങളോ കവചമന്ത്രങ്ങളോ ഒക്കെയാണ് നമുക്ക് ജപിക്കാൻ പറ്റുന്നത്. അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഏറ്റവും വിശേഷം. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യജ്ഞപ്രസാദം അടിച്ചായിരുന്നു, ഇല്ലേ? എന്തുവായിരുന്നു? നാരായണീ സ്തുതിയായിരുന്നു. ഈ നാരായണീ സ്തുതി ഒന്ന് ജപിക്കാറുണ്ടോ? സന്തോഷം, ഒരാളെങ്കിലും ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഇത് അതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇച്ഛാശക്തിയുണ്ട്, നമുക്കതെല്ലാം നല്ല രീതിയിൽ ചെയ്യണമെന്നുള്ളൊരു ഇച്ഛയാണ്. ജ്ഞാനശക്തിയുണ്ട്, ചെയ്താൽ ഇന്ന ഫലങ്ങളാണെന്നും അറിയാം. പക്ഷേ എന്ത് ചെയ്യും? 3-ാമത്തേത് നമുക്ക് പെട്ടുപോയി. ഏതാണ്? ക്രിയാശക്തിയിൽ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നു. പിന്നെന്താ? അപ്പോൾ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും നമ്മളിൽ ഗുണകരമായി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കപ്പെടണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കപ്പെടുക. ഈ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകും. അവിടെ സത്യവും ശൗചവും ശ്രദ്ധയും ക്ഷമയും സ്ഥൈര്യവും ദയയും ലജ്ജയും ശാന്തിയും സർവത്ര സന്തോഷമെന്ന ഫലം നമുക്കുണ്ടാകും. ഇതുണ്ടായാലത്തെ ഗുണം എന്താണ്? നമുക്കെന്തൊക്കെ ഉണ്ടാകും? സത്യമുണ്ടാകും. നമ്മളുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? ഒരു സത്യമുണ്ടാകും.
നമ്മുടെ ജീവിതത്തിൽ സത്യമുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാട്ട്. നമ്മൾ ഈ പറയുന്നതാണോ നമ്മുടെ മനസ്സിലെ ചിന്തയൊന്ന് ചിന്തിച്ച് നോക്കും. അവിടെയാണ് സത്യം. വാക്കും പ്രവൃത്തിയും ചിന്തയും 3 കാര്യങ്ങൾ ഒരുപോലെയായിരിക്കും. വാക്ക്, ചിന്ത, പ്രവൃത്തി. വാക്കും ചിന്തയും പ്രവൃത്തിയും ഒരുപോലെയായിരിക്കണം. ആ വാക്കും ചിന്തയും പ്രവൃത്തിയും എല്ലാം നമ്മളുടെ ഒരുപോലെയാണ് എങ്കിൽ അതെന്താണ്? സത്യമുള്ളതാണ് എന്ന് പറയും. പുള്ളി ഇതൊക്കെ തന്നാലും പുള്ളിയുടെ മനസ്സിൽ എന്താണെന്ന് ആർക്കറിയാം? അല്ലേ? നമ്മളങ്ങനെ ചിന്തിക്കത്തില്ലേ? നമ്മൾ ചെയ്യത്തില്ലേ എങ്ങനെ? അതാണ്. അപ്പോൾ അത് സത്യമുള്ളതാണോ? അല്ല. സത്യമുള്ളതാകണം ഏതൊരു കാര്യം. എന്ത് കാര്യങ്ങളായിക്കൊള്ളട്ടെ. ഒരാൾക്ക് ഒരു അടി കൊടുത്താലും അതിന് സത്യമുള്ളതായിരിക്കും. ഞാൻ 2-3 ദിവസം കൊണ്ട് വിചാരിക്കുമായിരുന്നു ഒരെണ്ണം കൊടുക്കണമെന്ന്. ഇപ്പോഴാണ് കൊടുക്കാൻ പറ്റിയപ്പോൾ നല്ല കൊടുക്കാകുന്ന നമ്മുടെ കഴിവിൻ്റെ പരമാവധി ആരോഗ്യം എടുത്ത് വേണം എന്ത് ചെയ്യണം? ഒരെണ്ണം കൊടുക്കാൻ. ഏത് കാര്യങ്ങൾ ചെയ്തോട്ടെ. സ്വാത്വികതയാണ് നമ്മളിൽ ഗുണകരമായി കൊണ്ടുവരുന്നത്, നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മളുടെ പ്രവർത്തികളിൽ ഉണ്ടാകുന്ന ഒരു ഗുണമാണ് സത്യം എന്ന് പറയുന്ന ഒരു ഗുണം. അടുത്തത് രണ്ടാമത്തെ, ശ്രദ്ധ എന്ന ഗുണമുണ്ടാകും. ഏതൊരു കാര്യത്തിലും നമുക്ക് ശ്രദ്ധയുണ്ടാകും. എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു ശ്രദ്ധയുണ്ടാകും. ആ ശ്രദ്ധ കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. പലപ്പോഴും പലതും നമ്മൾ കാണാറുണ്ട്, അല്ലേ? പലതും നമ്മൾ കാണാറുണ്ട്, പക്ഷെ പലതും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഉണ്ടോ? ഇല്ല. നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ടെങ്കിൽ പോലും പലതും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ശ്രദ്ധ എന്ന ഗുണം നമുക്ക് എങ്ങനെയുണ്ടാവും? ഈ സ്വാത്വികമായിരിക്കുന്ന ഫലങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരാമെങ്കിൽ നമുക്കുണ്ടാകും. അതോടൊപ്പം തന്നെയാണ് അടുത്തതാണ് ക്ഷമ എന്ന ഗുണം. ക്ഷമ എന്ന ഗുണം ഇതുമൂലം നമുക്കുണ്ടാകും. ഒരാളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ സ്വസ്ഥമായിരുന്നു കേൾക്കും. ഈ ലോകത്ത് ഇന്ന് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്ന കാര്യം കേൾക്കാൻ, സ്വസ്ഥമായിട്ട് കേൾക്കാൻ ഒരാളെ കിട്ടാത്തതല്ലേ? നമ്മളിപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുവാന്ന് പറഞ്ഞാലും ശരി, നമ്മുടെ എല്ലാ ഒരു പ്രതീക്ഷ എന്താണ്? കൃത്യം 1 മണിക്ക് നിർത്തും. ഒന്നുകൂടെ സമാധാനം എന്തായി? കൊണ്ട് വിളമ്പി വെച്ചത് സമാധാനമായി. അപ്പം ഇനി ഏകദേശമൊക്കെ സമയമാകാറായി, ഇല്ലേ? ആ ഏകദേശമൊക്കെ സമയമാകാറായി എന്നൊരു ആശ്വാസവുമായി. അപ്പോൾ നമുക്കെന്തുണ്ടാവും? ക്ഷമ. കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്ന ആ ക്ഷീണം മാറിയില്ലേ? ക്ഷമ വന്നില്ലേ? ഇവിടെ കൊണ്ടുവന്ന് വിളമ്പി വെച്ചപ്പോൾ ഇല്ലേ? ഒരു ദീർഘശ്വാസമൊക്കെ വിട്ട് നമ്മളത് സമാധാനമായി വിളമ്പി അവിടെ ആയി എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പായി. അപ്പോൾ എന്തുണ്ടായി? നമുക്ക് ക്ഷമയുണ്ടായി. അതോടൊപ്പം തന്നെയാണ് ദയയുണ്ടായി. അടുത്തതാണ് ദയ എന്ന് പറയുന്ന ഫലം. എന്താണ് ദയ ഉണ്ടാകുക എന്ന് പറയുന്നത്? ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനോടൊപ്പം ചെയ്യണമെന്ന് തോന്നുന്ന ഒരു മാനസികമായിരിക്കുന്ന അവസ്ഥ. ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ദയ പല വിധത്തിലുണ്ട്. ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കണ്ടോണ്ടിരിക്കും, ഇല്ലേ? അങ്ങോട്ട് ചെയ്യട്ടെ എന്ന് വിചാരിക്കും. ഇതൊന്നും തേവലശ്ശേരിക്കാരുടെ കാര്യമേ അല്ല. നിങ്ങൾ അങ്ങനെ അല്ലെന്ന് എനിക്കറിയാം. ഇതിനകത്ത് പുസ്തകത്തിനകത്തുള്ളതായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും വന്നത് കൂടി വന്ന് അത് സഹകരിച്ച് അത് സഹായിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അതാണ് ആ കാര്യത്തിൽ. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ദയയുള്ളവരായി നമ്മൾ മാറും. ഈ ദയ ആർക്കില്ല? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഇല്ല. എന്തുകൊണ്ട്? അവർക്കതെന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അറിയത്തില്ല. നമ്മൾ പക്ഷേ അടുക്കളയിൽ ഇരുന്ന് പറയും, ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടു, എന്നാൽ രാവിലെ ഒന്ന് എണ്ണിട്ട് എന്നെ ഒന്ന് സഹായിക്കരുതോ എന്നൊക്കെ ചോദിക്കും, ഇല്ലേ? പക്ഷെ അവർ വരുമ്പോഴോ നമ്മളിതൊന്നും ചെയ്യിക്കത്തില്ല. അവർക്ക് അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ, അവർക്കിത് ചെയ്യുവാനുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ അവർ നന്നായി ചെയ്യുന്ന കുട്ടികളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. കാരണം പഴയതുപോലല്ല, ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാട് ബുദ്ധിയുള്ളവരാണ്. അവർ നല്ല കഴിവുള്ളവരാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കഴിവുള്ളവരാണ്. പക്ഷെ എന്തു ചെയ്യും? അവർ നന്നായി വളർന്നു വരുന്ന ഒരു വൃക്ഷം പോലാണ്. നമ്മളതിനെ ഒന്ന് പിടിച്ചു കെട്ടി നേരെ വിടാൻ നമ്മൾ സമ്മതിക്കത്തില്ല.
വളർന്നു പോകും, അങ്ങനെ തന്നെ അങ്ങ് വളർന്നു പോട്ടെന്ന് അങ്ങ് വിചാരിക്കും. അങ്ങനെയാകരുത്. അവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കപ്പെടണം. അപ്പോൾ അവിടെ എന്താണ് വേണ്ടത്? നമുക്കുണ്ടാകുന്നൊരു ഗുണം എന്താണ്? ദയ എന്ന് പറയുന്നൊരു ഗുണം നമുക്കുണ്ടാകുന്നു. ഇപ്പോൾ ഏതൊക്കെ ഗുണങ്ങളാണ് നമുക്കുണ്ടായത്? സത്യമുണ്ടായി, ശ്രദ്ധയുണ്ടായി, ക്ഷമയുണ്ടായി, ദയയുണ്ടായി, ലജ്ജയാണ് അടുത്തതാണ് ലജ്ജയുണ്ടാകും. എന്താണ്? ഒരു കുറവ് സംഭവിച്ചാൽ അത് അവരവരുടെ കുറവുകളാണെന്നുള്ള ബോധം, അതിലൂടെയാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? അത് എൻ്റെ ഭാഗത്തുണ്ടായൊരു തെറ്റാണ്, നമ്മളത് ശ്രദ്ധിച്ചില്ല, അത് നമ്മുടെ ഭാഗത്തുണ്ടായൊരു തെറ്റാണ്, അത് ക്ഷമിക്കുക, അത് ഞാൻ മാറ്റാം, അല്ലെങ്കിൽ അത് ശരിയാക്കാം. അതെന്താണ്? ആ ബോധമാണ് എന്ത്? ലജ്ജയുണ്ടാകും. ലജ്ജയുണ്ടായെങ്കിലേ നമുക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലയോ, ഓ അവനെ അതൊന്നും കണ്ടാലൊന്നും വലിയ മൈൻഡൊന്നുമില്ല, എന്തില്ല? ലജ്ജയില്ല എന്ന് പറയും. ഇപ്പം ലജ്ജയുണ്ടാകും. അടുത്തതാണ് ശാന്തി എന്ന ഗുണം. ശാന്തി എന്നുള്ള ഗുണം, ശാന്തി എന്നുള്ള ഗുണത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു സമാധാനപരമാണ്, അല്ലേ? ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംതൃപ്തിയുണ്ട്. ഒരു സംതൃപ്തിയിലേക്ക് എത്തും, ആ ചെയ്തതൊക്കെ നന്നായിരിക്കുന്നു എന്ന്. കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ഒന്ന് ഒരുങ്ങി എല്ലാം കഴിഞ്ഞിട്ടേ പോകുന്നതിന് മുമ്പ് നമ്മളൊന്ന് എന്ത് ചെയ്യും? ഒന്നുകൂടെ പോയി കണ്ണാടി പോയി നോക്കും, എല്ലാം ഓക്കെ ഇല്ലയോ? ഇപ്പോൾ ഒരു സമാധാനം, ആ എല്ലാം ഓക്കെയാണ്. ഇതൊന്നും അല്ല എന്നുള്ളത്, ഇതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. എന്നാലും എത്ര ഒരുങ്ങിയാലും കാര്യമില്ല, ഇതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. എങ്കിൽ പോലും നമ്മളുടെ ഒരു സംതൃപ്തിയാണല്ലേ. നമ്മൾ ഒരുങ്ങുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. മറ്റാർക്കും വേണ്ടിയിട്ടൊന്നുമില്ല, നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങി. അത് നമ്മൾ തന്നെ കണ്ട് സംതൃപ്തി അടയുകയാണ്. അപ്പോൾ അതെന്തുണ്ടാവും? നമുക്ക് ശാന്തി ഉണ്ടാകും. ആ ശാന്തിയിലൂടെ സമാധാനവും, നമുക്ക് ശാന്തിയും സമാധാനവും എന്ന് പറയുന്നത് കൊണ്ട്, ഇത് രണ്ടുകൂടെ ഒന്നിച്ച് പറയുന്നത് കൊണ്ടാണ്. ശാന്തിയുടെ കൂടെ എന്തുണ്ടാകും? സമാധാനവും ഉണ്ടാകും. ആ ശാന്തിയും സമാധാനവും നമുക്കുണ്ടായി കഴിഞ്ഞാൽ പരിപൂർണ ഫലം അതിൽ വരും. സർവത്ര സന്തോഷമാകും, സർവത്ര സന്തോഷമാകും എന്നാണ് പറയുന്നത്. ആ സർവത്ര സന്തോഷമാകുന്നൊരു തലത്തിലേക്ക് പോകുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്കതിലൂടെ കിട്ടുന്നത് എന്താണെന്നറിയാമോ? കുറച്ച് ബന്ധുക്കളെയാണ്, നല്ല കുറച്ച് ബന്ധുക്കളെ കിട്ടും. ഏറ്റവും വലിയ ബന്ധുക്കളെന്ന് പറയുന്നവരൊക്കെ എവിടെ വരെ ഉള്ളൂ? ഒരു സമയം വരെ ഉള്ളൂ, ഇല്ലേ? നമുക്കൊരു നല്ല അസുഖമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ബന്ധുവിനെ കാണുമോ? ഇല്ല. കൊറോണ വന്നപ്പോൾ നമ്മൾ കണ്ടതല്ലേ, വീട്ടിലുള്ളവർ പോലും നമ്മുടെ അടുക്ക വരുമായിരുന്നു? ഇല്ല, ദൂരെ പോയി നിൽക്കും, പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് എറിഞ്ഞിട്ട് തരുമായിരുന്നു. ആ സാഹചര്യം വരെ നമുക്കുണ്ടായില്ല. അത് അനുഭവിച്ചവരാണ് പലരും. കവറിനകത്തൊക്കെ ഇട്ട് പാക്ക് ചെയ്തിട്ട് എറിഞ്ഞു തരും, അപ്പുറത്തെ വീട്ടിലോട്ട് എറിഞ്ഞൊക്കെ കൊടുക്കുമായിരുന്നു. എന്തുകൊണ്ടാണ്? ഭയം കൊണ്ട്. അത്രയേ ഉള്ളൂ നമ്മളുടേത് എന്ന് പറയുന്നത്. എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റേത് എന്നൊക്കെ പറഞ്ഞതെല്ലാം ഇവിടെ വരെ ഉള്ളൂ, ഒരു സ്ഥലം വരെയേ ഉള്ളൂ. പക്ഷേ നമ്മളുടെ ജീവിതകാലം അത്രയും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു കുറച്ച് ബന്ധുക്കളുണ്ട്. 6 പേരാണ് ആ ബന്ധുക്കൾ എന്ന് പറയുന്നത്. ഈ 6 ബന്ധുക്കൾ നമ്മളുടെ കൂടെ എന്നും ഉണ്ടാകും. ഈ 6 ബന്ധുക്കളെയും ജീവിതത്തിൽ കൂട്ടിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ആരൊക്കെയാണെന്നറിയാമോ ഈ 6 ബന്ധുക്കൾ എന്ന് പറയുന്നത്? സത്യം മാത, പിതാജ്ഞാനം, ധർമ്മോ ഭ്രാത, ദയാസഖി, ശാന്തി പത്നി, ക്ഷമോ പുത്ര, ഷഡമീ മമ ബാന്ധവ. സത്യം മാത, സത്യം എന്ന് പറയുന്നത് അമ്മയായിട്ട് നിൽക്കുന്നവർ. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളോടൊപ്പം എപ്പോൾ വിളിച്ചാലും നമ്മുടെ കൂടെ ഉള്ള ഒരാൾ ആരാണ്? നമ്മുടെ അമ്മയാണല്ലേ. ഏത് സമയത്ത് എപ്പോൾ വിളിച്ചാലും നമുക്ക് നമ്മുടെ അമ്മയെ വിളിക്കുന്നതിനൊരു സമയമൊന്നുമില്ല, ഉണ്ടോ? ഏത് സമയത്ത് നമുക്ക് നമ്മുടെ അമ്മയെ വിളിക്കാം. ഏത് സമയത്ത് നമുക്ക് നമ്മുടെ അമ്മയോട് എന്തും പറയാമെന്ന്. ദേഷ്യപ്പെടുമ്പോഴും അമ്മയോട് ദേഷ്യപ്പെടാം, അല്ലെങ്കിൽ വിഷമം ഉണ്ടാകുമ്പോഴും നമുക്ക് നമ്മുടെ അമ്മയോട് പറയാം. അച്ഛനോട് അത്രയൊന്നും പറ്റത്തില്ല. അപ്പം അമ്മയോട് നമുക്ക് എപ്പോഴും ഒരു ജീവിതകാലം അത്രയും നമ്മളോടൊപ്പം ഉണ്ടാവും. ആര്? നമ്മളുടെ അമ്മ. അതുകൊണ്ടാണ് സത്യം മാത എന്ന് പറയുന്നത്. സത്യം നമ്മളുടെ അമ്മയാണ്. പിതാജ്ഞാനം, നമ്മുടെ അറിവാണ് പിതാവ്, അച്ഛനാണ്. എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നീ എവിടുത്തെയാന്ന് ചോദിക്കുമ്പോൾ ഇന്ന ആളുടെ മോനാന്നല്ലേ പറയുന്നത്, അല്ലേ? അവിടെ അമ്മയുടെ പേരാണെന്ന് പറയുന്നത്? അല്ല, അച്ഛൻ്റെ പേരാണ് നമ്മൾ പറയുന്നത്. ഇന്ന ഇടത്ത് ഇന്ന ആളുടെ മകനാണ് ഞാൻ.
അല്ലെ മകളാണ് ഞാൻ എന്നാണ് പറയുക. അതെന്താണ്? നമ്മുടെ അറിവാണ്. പിതാജ്ഞാനം. ഇപ്പം സത്യം മാത, പിതാജ്ഞാനം, ധർമ്മോ ഭ്രാത. ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ സഹോദരന്. നമുക്ക് എത്ര പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരാൾ ആരാണ്? നമ്മുടെ സഹോദരങ്ങളേ ഉള്ളൂ, നമ്മുടെ കൂടപ്പുറപ്പേ ഉള്ളൂ, ഇല്ലയോ? നമ്മൾ വഴക്കൊക്കെ ഉണ്ടാക്കും, പക്ഷേ ഒരു ആവശ്യം വന്നു കഴിയുമ്പോൾ വിളിച്ചാൽ ഓടി വരാൻ ആരേ ഉള്ളൂ? നമ്മുടെ കൂടപ്പുറപ്പുകളേ ഉള്ളൂ. കൂടപ്പുറപ്പിനോട് വഴക്കുണ്ടാക്കി ഇരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമുക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളുടേതെന്ന് പറയാൻ ആരേ ഉള്ളൂ? ഈ സഹോദരങ്ങളേ ഉള്ളൂ. അത് ധർമ്മം ആരാണ്? നമ്മുടെ സഹോദരനാണ് എന്ന് പറയും. ദയ, ദയാസഖി എന്ന് പറയും. ദയാസഖി, ദയ എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്താണ് എന്ന് പറയും. ദയാസഖി എന്ന് പറയും. ശാന്തി പത്നി, ആ ശാന്തിയും സമാധാനമാണ് ആര്? ഭാര്യ. പക്ഷെ ഇപ്പോൾ ഉള്ളവരാണെങ്കിൽ ഇത് പറഞ്ഞു, ഇത് രണ്ടും തരാത്തവരാരാണോ, ഇത് തരാത്തവരാരാണോ അവരാണ് ആര്? ഭാര്യ. എനിക്കറിയില്ല, തുലശേരിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ഇത്രയേ ഉള്ളൂ. ദയാസഖി, ശാന്തി പത്നി. ശാന്തിയും സമാധാനവും എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് തുല്യമാണ് എന്ന് പറയും. കാരണം ശാന്തിയും സമാധാനവും ചില കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഭാര്യ ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. ക്ഷമോ പുത്ര, ക്ഷമ എന്ന് പറയുന്നത് പുത്രനാണ് എന്ന് പറയും. ക്ഷമോ പുത്ര. ഷഡമീ മമ ബാന്ധവ. ഈ 6 പേരാണ് നമ്മുടെ ബന്ധുക്കൾ. ഈ 6 പേരേ ഉള്ളൂ നമുക്കാര്? ബന്ധുക്കളായിട്ടുള്ളവർ. ബാക്കി എല്ലാവരും എന്താണ്? ഫാദർ ഇൻ ലോയും മദർ ഇൻ ലോയും ബ്രദർ ഇൻ ലോയും സിസ്റ്റർ ഇൻ ലോയും എല്ലാം ലോ പ്രകാരം, നിയമപ്രകാരമാണ്. ഒരു നിയമപ്രകാരം ഇത് അങ്ങനെ അല്ലെന്നൊരു നിയമം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേപ്പർ കൈ കിട്ടിയാൽ അതല്ല, ആണോ? ശരിയല്ലേ? ഇതൊന്നും അങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിൽ യാതൊരു അവകാശവും നമുക്കില്ലെന്ന് എഴുതി അവിടുന്ന് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തിൽ ഒന്നും ഒരു അവകാശമില്ല. ഉണ്ടോ? ഇല്ല. അത്രയേ ഉള്ളൂ നമ്മൾ. പക്ഷേ ഇവരിത്രയും ഈ 6 പേര് എപ്പോഴും ജീവിതകാലം അത്രയും നമ്മളിലുണ്ടാകും. ഇതാണ് നമ്മൾ. ഈ 6 ബന്ധുക്കളെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഈ 6 ബന്ധുക്കളും നമ്മളോടൊപ്പം എന്നും ഉണ്ടെങ്കിൽ, ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണ്? നമ്മളാണ്. അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. കാശൊക്കെ നമ്മൾ ഉണ്ടാക്കിയൊക്കെ വെക്കില്ലേ? ബാങ്കിലൊക്കെ ഉണ്ടാക്കി വെക്കും. അവിടെയും ഡിപ്പോസിറ്റ്, ഇവിടെയും ഡിപ്പോസിറ്റ്, അവിടെയും ചെയ്തു വെക്കും, ഇവിടെയും ചെയ്തു വെക്കും. എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ ഇതെല്ലാം നമ്മളിൽ നിന്നും നഷ്ടമാണ്. പക്ഷെ ഇതൊന്നും നമ്മളിൽ നിന്ന് പോകുമോ? ജീവിതത്തിൽ ഒരിക്കലും നമ്മളിൽ നിന്ന് പോകുകയില്ല എന്നറിയാം. അപ്പം അതുകൊണ്ട് എന്ത് വേണം? ബാക്കിയുള്ളവരെല്ലാം നിയമപ്രകാരമേ ഉള്ളൂ. ഇവരെല്ലാം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം അങ്ങ് ദൂരെയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഈ 6 ബന്ധുക്കളുടെ ഗുണങ്ങൾ നാൾക്ക് നാൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വർദ്ധിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ശ്രീമദ് ദേവി ഭാഗവത നവായജ്ഞത്തിൻ്റെ ഈ 2ാം ദിവസമായിരിക്കുന്ന ഇന്നത്തെ ദിവസം ഭഗവത്പാദങ്ങളിൽ പരിപൂർണമായി സമർപ്പിക്കുന്നത്, യജ്ഞശാലയിലെ വഴിപാടൊക്കെ സമർപ്പിക്കപ്പെട്ടത് സ്വസ്തികത്തിൽ ശ്രീ കവിതാ സതീഷ്, ചുറ്റുവിളക്ക് വഴിപാടായി സമർപ്പിക്കപ്പെടുന്നത് ശാന്തി സദനത്തിൽ ശ്രീ സുനിൽ കൃഷ്ണൻ, നിത്യപൂജയൊക്കെ വഴിപാടായി സമർപ്പിക്കപ്പെടുന്നത് മുതുകാടത്ത് ശ്രീ മോനിഷ് പി കുറുപ്പ്, കരകാലിൽ ശ്രീ ചന്ദ്രശേഖര പണിക്കരാണ്. അവരുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും എല്ലാവിധത്തിലുള്ള, ഈ കുടുംബത്തിലുള്ളവരൊക്കെ വന്നിട്ടുണ്ടോ? ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ജപിക്കാം. നാളത്തെ വിശേഷത അറിയാവും. നാളെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷ്ണാവതാരമാണ് ഇവിടെ. നാളെ ഏകദേശം ഒരു 10:30 ഭഗവാന്റെ കൃഷ്ണാവതാരം ഉണ്ടാകും. ആ കൃഷ്ണാവതാരത്തോടനുബന്ധിച്ച് ഒരു ഘോഷയാത്രയൊക്കെ ഉണ്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്നും.
അപ്പോൾ കൃഷ്ണൻ്റെ വിഗ്രഹവുമായിട്ട് ഘോഷയാത്രയോടുകൂടി വേണം നമ്മൾ ഭഗവാനെ എതിരേറ്റ് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുവാൻ. ആ സമയത്ത് ഏറ്റവും വിശേഷമായിട്ടുള്ളതാണ് തൃക്കൈവെണ്ണ ഭഗവാന്. അത് വഴിപാടായിട്ട് സമർപ്പിക്കുവാനൊക്കെ നമുക്കിവിടെ കൗണ്ടറിൽ നിന്നും ആ തൃക്കൈവെണ്ണ ഇവിടുന്ന് ലഭിക്കും. അത് നല്ല ഫ്രൂട്ട്സുകളും ഒക്കെ ഇവിടെ കൊണ്ടുവരാവുന്ന ദിവസമാണ്. അപ്പോൾ ആ കൃഷ്ണാവതാരത്തിൽ എല്ലാവരും പങ്കെടുക്കണം. നമ്മളുടെ വീട്ടിലുള്ള കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളൊക്കെ കൊണ്ടുവരുന്നവർക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം, അതും നമുക്കിവിടെ വെക്കാം. ഒരു കൃഷ്ണനെ ഉള്ളോ എന്ന് വിചാരിക്കേണ്ട, നമ്മുടെ വീട്ടിൽ കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ടെങ്കിൽ അതും കൊണ്ടുവന്നാലും അതിവിടെ നമുക്കിവിടെ വെക്കാം. കൃഷ്ണാവതാര സമയത്ത് എത്രത്തോളം ഭഗവാന്റെ ഒരു സാന്നിധ്യം ഉണ്ടായാൽ അവിടെ ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് നാളത്തെ കൃഷ്ണാവതാരത്തിൽ എല്ലാവരും പങ്കെടുക്കണം. 12 മണിയാകുമ്പോഴല്ല വരേണ്ടത്, 10:30 ആകുമ്പോഴത്തേക്ക് എല്ലാവരും എത്തണം. അപ്പോൾ ആ കൃഷ്ണാവതാരം കഴിഞ്ഞിട്ട് വേണമെന്ന് വീട്ടിൽ വരെ പോയിട്ട് ഇനി പോന്നു. എന്നാലും ആ ഘോഷയാത്ര വരുമ്പോൾ നമ്മളെല്ലാവരും വേണം. കാരണം ഇത് ലോകം മുഴുവൻ കാണുന്നതാണ്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ലോകം മുഴുവൻ ആൾക്കാർ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കാണുമ്പോൾ നമ്മളുടെ യജ്ഞത്തിൽ എല്ലാവരും അതിൻ്റെ പങ്കാളികളാണെന്നുള്ളത് അറിയണം. അതുകൊണ്ട് എല്ലാവരും അതിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുക. നമുക്ക് ജപിക്കാം. കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ താത്തു വെച്ച് വിശ്വേശ്വരായ നരകാർണവതാരണായ കർണാമൃതായ ശശിശേഖരധാരണായ കർപ്പൂരകാന്തിധവളായ ജടാധരായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ ഗൗരീപ്രിയായ രജനീശകലാധരായ കാലാന്തകായ ഭുജഗാധിപകങ്കണായ ഗംഗാധരായ ഗജരാജവിമർദ്ദനായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ ഭക്തപ്രിയായ ഭവരോഗഭയാപഹായ ഉഗ്രായ ദുഃഖഭവസാഗരതാരണായ ജ്യോതിർമയായ ഗുണനാമസുകൃത്യകായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ ചർമാംബരായ ശവഭസ്മവിലേപനായ ഭാലേക്ഷണായ ഫണികുണ്ടലമണ്ഡിതായ മഞ്ജീരപാദയുഗളായ ജടാധരായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ പഞ്ചാനനായ ഫണിരാജവിഭൂഷണായ ഹേമാംശുകായ ഭുവനത്രയമണ്ഡിതായ ആനന്ദഭൂതിവരദായ തമോമയായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ ഭാനുപ്രിയായ ഭവസാഗരതാരണായ കാലാന്തകായ കമലാസനപൂജിതായ നേത്രത്രയായ ശുഭലക്ഷണലക്ഷിതായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ രാമപ്രിയായ രഘുനാഥവരപ്രദായ നാഗപ്രിയായ നരകാർണവതാരണായ പുണ്യേഷു പുണ്യഭരിതായ
സുരാർച്ചിതായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ മുക്തേശ്വരായ ഫലദായ ഗണേശ്വരായ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളത്തെ കൃഷ്ണാവതാരത്തിൻ്റെ കാര്യം ആരും മറക്കരുത്. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.